ഇപ്പോൾ ആരംഭിക്കാൻ പോകുന്നു രാജ്യത്തെ ഏറ്റവും വലിയ വിചാരണ, രജത് ശർമ്മയുടെ ആപ്കി അദാലത്ത്. നമസ്കാരം, ആപ്കി അദാലത്തിലേക്ക് നിങ്ങളെ സ്വാഗതം ചെയ്യുകയാണ്. ഇന്ന് നമ്മുടെ അതിഥിയായിട്ട് വരാൻ പോകുന്നത് ക്രിക്കറ്റ് ലോകത്തെ ഒരു മിന്നും സ്റ്റാറാണ്. അദ്ദേഹം മൈതാനത്തിൽ ഇറങ്ങുകയാണെങ്കിൽ നിങ്ങളെ ശരിക്കും എന്റർടൈൻമെന്റ് ചെയ്യുന്ന ആളാണ്. അത് എത്രത്തോളം എന്റർടൈൻമെന്റ് എന്ന് വെച്ചാൽ T20 ആണെങ്കിലും ശരി, വൺ ഡേ മാച്ച് ആണെങ്കിലും ശരി, ടെസ്റ്റ് മാച്ച് ആണെങ്കിലും ശരി, ഇദ്ദേഹം മൈതാനത്തിൽ ഇറങ്ങുകയാണെങ്കിൽ എത്ര വലിയ ബോളർ ആണെങ്കിലും ശരി, അവരെല്ലാവരും തല ചുറ്റി താഴെ വീഴും. പ്ലീസ് വെൽക്കം ടീം ഇന്ത്യയുടെ ഓപ്പണിംഗ് ബാറ്റ്സ്മാൻ ശിഖർ ധവാൻ. ഇന്നത്തെ വിചാരണയ്ക്ക് പ്രത്യേക ജഡ്ജി ടൈംസ് ഓഫ് ഇന്ത്യയുടെ സ്പോർട്സ് എഡിറ്റർ ആളോ സിൻഹ. പ്ലീസ് വെൽക്കം ആളോ സിൻഹ. ഇന്നത്തെ വിചാരണ തുടങ്ങുന്നതിന് മുൻപ് ഇന്നത്തെ നമ്മുടെ ജഡ്ജിയായ ആളോ സിൻഹ അനുവാദം നൽകുകയാണെങ്കിൽ നമുക്ക് വിചാരണ തുടങ്ങാം. വിചാരണ തുടങ്ങാം. ആപ്കി അദാലത്തിലെ വിചാരണ ഇപ്പോൾ തുടങ്ങുകയാണ്. ആപ്കി അദാലത്തിലെ ശിഖർ ധവാനെതിരായിട്ടുള്ള കുറ്റാരോപണം. ആപ്കി അദാലത്തിൽ ടീം ഇന്ത്യയുടെ ഓപ്പണിംഗ് ബാറ്റ്സ്മാൻ ശിഖർ ധവാന്റെ മേലുള്ള കുറ്റാരോപണം ഇദ്ദേഹം കുസൃതിക്കാരനാണ് എന്നുള്ളതാണ്. ശിഖർ, ഞാൻ അറിഞ്ഞത് കുട്ടിക്കാലത്ത് താങ്കൾ പോസ്റ്റ് ബോക്സിനുള്ളിൽ പടക്കമൊക്കെ ഇട്ടെന്നറിഞ്ഞു. അതെ, സത്യമാണ്. ചെറിയ പ്രായത്തിലൊക്കെ ഈ ദീപാവലിയൊക്കെ വരുന്ന സമയത്ത് ഞങ്ങൾക്ക് അങ്ങനെ ചെയ്യുന്നത് ഒരു തമാശയായിരുന്നു. ഈ വലിയ പടക്കം എടുത്ത് ലെറ്റർ ബോക്സിനകത്ത് ഇടുമായിരുന്നു. എല്ലാ ബോക്സുകളും പൊട്ടിത്തെറിക്കും. പിന്നെ വേറൊരു കാര്യം, ഈ ആളുകൾക്ക് ലെറ്റർ വരുമ്പോൾ അതൊക്കെ എടുത്ത് ഞങ്ങൾ കീറി കളയുമായിരുന്നു. അപ്പോൾ ആളുകളൊക്കെ ഞങ്ങളെ തേടി വീട്ടിൽ വരുമായിരുന്നു. എന്നിട്ട് കുട്ടികളത് എവിടെയാണ് കീറി കളഞ്ഞതെന്നൊക്കെ ചോദിക്കും. ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ അന്ന് കുട്ടിക്കാലത്ത് സംഭവിച്ചിട്ടുണ്ട്. അപ്പൊ നിറയെ തല്ലൊക്കെ കിട്ടിക്കാണും. ഉറപ്പായിട്ടും ഒരുപാട് തല്ല് കിട്ടിയിട്ടുണ്ട്. പിന്നെ ആ സമയത്തൊക്കെ എല്ലാവർക്കും പൊതുവെ നല്ലോണം തല്ല് കിട്ടാറുണ്ട്. മുഴുവൻ സമയവും കളിച്ചുകൊണ്ടേയിരിക്കുമായിരുന്നു. കുറച്ചു നേരം മാത്രമേ പഠിക്കൂ. ആ കാരണം കൊണ്ട് തന്നെ എനിക്ക് ഒരുപാട് തല്ല് കിട്ടിയിട്ടുണ്ട് ഈ കുറച്ചു നേരം പഠിക്കുന്നതുകൊണ്ട്. അച്ഛനെപ്പം നോക്കിയാലും പഠിച്ചുകൊണ്ടേ ഇരിക്കാൻ പറയൂ. അതെ, സത്യമാണ്. എൻ്റെ അച്ഛൻ എന്നോട് എപ്പോഴും പഠിക്കണമെന്നായിരുന്നു പറയാറ്. ഞാൻ പഠിച്ച് വലിയൊരാളാവണമെന്ന് അദ്ദേഹം ആഗ്രഹിച്ചു. പക്ഷേ എനിക്ക് ഈ പഠിക്കുന്ന കാര്യം തീരെ ശരിയാവില്ല. കളിക്കുന്നതിനെ പറ്റിയാണ് ഞാൻ കൂടുതൽ ചിന്തിക്കാറ്. പഠിക്കുന്നതൊന്നും എനിക്ക് തലയിൽ കയറില്ല. കഷ്ടപ്പെട്ട് 2-3 മണിക്കൂറൊക്കെ പഠിക്കും. ചിലപ്പോഴൊക്കെ അത്രയും കഷ്ടപ്പെട്ട് പഠിക്കും. 3 മണിക്കൂർ നേരം എടുത്ത് പഠിച്ചതൊക്കെ 10 മിനിറ്റ് കൊണ്ട് മറന്നു പോകും. അതെങ്ങനെയാണ് സംഭവിക്കുന്നതെന്ന് എനിക്കറിയില്ല. ഞാൻ അറിഞ്ഞത് താങ്കളുടെ അമ്മ എപ്പോഴെങ്കിലും പുറത്തേക്ക് പോവുകയാണെങ്കിൽ താങ്കളെ വീടിനുള്ളിൽ വെച്ച് പൂട്ടിയിട്ട് പോകുമെന്നാണ്. അത്രയ്ക്ക് കുസൃതിയാണെന്ന്. അതെ, അത് എന്താണെന്ന് വെച്ചാൽ അമ്മ എന്തെങ്കിലും പ്രൊവിഷൻ വാങ്ങാൻ പോവുകയാണെങ്കിൽ, ഞാനന്ന് ഇളയവനായിരുന്നു. എനിക്ക് 2 സിസ്റ്റേഴ്സും ഉണ്ട്. ഞാൻ അവരെക്കാളും ഇളയതാണ്. അതുകൊണ്ട് എന്നെ അവർ ലോക്ക് ചെയ്തിട്ടായിരുന്നു പോവാറ്. ഒരു തവണ എന്താ സംഭവിച്ചതെന്ന് വെച്ചാൽ, ഒരു തവണ എൻ്റെ ഫ്രണ്ട്സ് വീട്ടിൽ വന്നിരുന്നു ഉച്ചയ്ക്ക് എന്നെ കളിക്കാൻ വിളിക്കാൻ. അപ്പോൾ എനിക്ക് പുതിയ ബാറ്റ് കിട്ടിയിരുന്നു. ആ ബാറ്റ് ഞാൻ ഷാളിൽ കെട്ടി നേരെ അവർക്ക് താഴെ ഇട്ടു കൊടുത്തു. ബാറ്റ് താഴെ എത്തിയപ്പോൾ എനിക്കും അവരുടെ കൂടെ കളിക്കണമെന്ന് തോന്നി. ഞാൻ എൻ്റെ സിസ്റ്റേഴ്സിനോട് പറഞ്ഞു, ഈ ഷാൾ നിങ്ങളൊന്ന് പിടിക്കും, ഞാനൊന്ന് താഴെ പോയിക്കോട്ടെ എന്ന്. അവിടെ നിന്ന് നോക്കുകയാണെങ്കിൽ ഞാൻ മെല്ലെ ആ ഷാളും പിടിച്ചുകൊണ്ട് താഴോട്ട് ഇറങ്ങി. അപ്പോൾ അത് അമ്മ കണ്ടു. എന്നിട്ട് അമ്മ ഷോക്കായി. എന്നോട് ചോദിച്ചു, എങ്ങനെയാണ് നീ കളിക്കാൻ വന്നതെന്ന്. അമ്മ വഴക്ക് പറയാൻ തുടങ്ങി. അപ്പോൾ പറഞ്ഞു, പപ്പു നീ വീട്ടിലേക്ക് വാ. ഞാനങ്ങനെ വീട്ടിൽ പോയിട്ട് എനിക്ക് നല്ലോണം തല്ല് കിട്ടി. അമ്മ തല്ല് എനിക്കധികം വേദനിക്കാറില്ല, കാരണം ഞാൻ അപ്പോഴും കുറച്ച് സ്ട്രോങ് ആയിരുന്നു. അച്ഛൻ തല്ലുകയാണെങ്കിൽ എനിക്ക് വേദനിക്കും, പക്ഷേ അമ്മ തല്ലുകയാണെങ്കിൽ വേദനിക്കില്ല. ഞാൻ കുറച്ച് സ്ട്രോങ് ആയിരുന്നു. നമ്മളൊരു നല്ല ക്രിക്കറ്ററായിട്ട് മാറുകയാണെന്ന് ബബുവിന് എപ്പോഴാണ് മനസ്സിലായത്? ബബ്ബു എപ്പോഴാ തിരിച്ചറിഞ്ഞെന്ന് വെച്ചാ, ഞാൻ 16 വയസ്സുള്ളപ്പോൾ ഡൽഹി ടീമിന് വേണ്ടി കളിച്ചിരുന്നു. ഒരു തവണ കളിച്ചിരുന്നു. അന്ന് ഞാൻ 2 മാച്ച് കളിച്ച് പിന്നീട് ഞാൻ ഡ്രോപ്പായി. അതെനിക്ക് കുറച്ച് മാനസിക ബുദ്ധിമുട്ടുണ്ടാക്കി. പിന്നീട് അടുത്ത വർഷം ഞാൻ വീണ്ടും ടീമിലേക്ക് കയറി. അപ്പം മുതൽ നല്ലോണം കളിച്ച് ടീമിൽ സ്ഥിരമാവണമെന്ന് ഞാൻ തീരുമാനിച്ചു. അത് ഞാൻ സാധിച്ചു. പക്ഷേ ചില പ്ലേയേഴ്സ് ഡ്രോപ്പ് ആയതുകൊണ്ടാണ് താങ്കൾക്ക് ചാൻസ് കിട്ടിയെന്നുള്ളത് സത്യം. തീർച്ചയായിട്ടും അത് സത്യമാണ്. അണ്ടർ 17 എനിക്ക് ചാൻസ് കിട്ടിയപ്പോൾ 2 മാച്ചുകളിൽ ഞാൻ ശരിക്കും കളിച്ചില്ല. അതുകൊണ്ട് ഞാൻ പുറത്തായി. അടുത്ത വർഷം ഞാൻ കളിക്കാൻ ചെന്നപ്പോൾ ഒരുപാട് പേർക്ക് പ്രായം ഒരു പ്രശ്നമായി. അവരെൻ്റെയൊക്കെ സീനിയറായിരുന്നു. അതുകൊണ്ട് എനിക്ക് ഓട്ടോമാറ്റിക്കായിട്ട് ചാൻസ് കിട്ടി. ആ വർഷം ഞാൻ അണ്ടർ 16 ഇന്ത്യക്ക് വേണ്ടി ഒരുപാട് റൺസ് സ്കോർ ചെയ്തു. പിന്നെ ഞാൻ അണ്ടർ 17 ഏഷ്യ കപ്പ് കളിച്ചിരുന്നു, അത് ബംഗ്ലാദേശിൽ പോയിട്ട്. പിന്നെ സ്റ്റേറ്റ് ലെവലിലും എനിക്ക് നല്ലോണം പെർഫോം ചെയ്യാൻ പറ്റി. അതുപോലെ തന്നെ വീരേന്ദ്ര സെവാങ് റെസ്റ്റ് എടുക്കണമെന്ന് പറഞ്ഞ് മാറിയതുകൊണ്ടാണ് ആ സ്ഥലം ഒഴിഞ്ഞു കിടന്നതുകൊണ്ട് താങ്കൾക്ക് കിട്ടിയതായിട്ടാണ് പറയുന്നത്. അതെ, ടെസ്റ്റ് മാച്ചിൽ എന്താ പറയുക,
2013 ആ സമയത്ത് വീരുഭായ് കളിക്കുന്നുണ്ടായിരുന്നു. അദ്ദേഹം 2 മാച്ചുകൾ കളിച്ചു, പക്ഷേ 3-ാമത്തെ മാച്ചിൽ അദ്ദേഹത്തിന് കളിക്കാൻ പറ്റിയില്ല. അതുകൊണ്ട് അന്ന് എനിക്കൊരു നല്ല ചാൻസ് കിട്ടി. അത് ടെസ്റ്റിലാണ്. പിന്നെ ODI 2010 അത് ഓസ്ട്രേലിയക്കെതിരായിട്ടാണ് എനിക്കൊരു ചാൻസ് കിട്ടിയത്. ആ ഓസ്ട്രേലിയക്കെതിരായ സീരീസിൽ എനിക്ക് അംഗമാവാൻ പറ്റി. അതിൽ വീരുഭായും പിന്നെ ഗൗതിഭായും കളിച്ചില്ല, അതുകൊണ്ട് എനിക്ക് അംഗമാവാൻ പറ്റി. അപ്പോൾ അവർ റെസ്റ്റിലായിരുന്നു. വൺ ഡേ. അതെ, വൺ ഡേയിൽ. ആ വൺ ഡേ ആണ് താങ്കൾക്ക് നല്ല ഡെബ്യൂ ആയിട്ട് മാറിയത്. ധാരാളം റണ്ണും എടുത്തു. ഇല്ല, വൺ ഡേയിൽ ഞാൻ ഡെബ്യൂട്ടിലെ 0-ൽ തന്നെ ഔട്ടായി. ഞാൻ ഔട്ടായിട്ട് തിരിച്ച് നടന്നു പോകുമ്പോൾ ഞാൻ ചിരിച്ചുകൊണ്ട് ആലോചിച്ചു, 100 റൺ എടുക്കണമെന്ന ചിന്തയായിട്ട് വന്നിട്ട് 0-ൽ ഔട്ടായല്ലോ എന്ന്. ആ ചിന്തയോടുകൂടി ഞാനങ്ങ് പോയി. പിന്നെ ആ സീരീസിൽ ഈ ഒരു കാര്യം കൂടി നടന്നു. അതായത് എൻ്റെ ഡെബ്യൂട്ടിൽ, അതായത് ഫസ്റ്റ് മാച്ചിൽ. അന്ന് നോക്കുകയാണെങ്കിൽ അടുത്ത ദിവസം മാച്ചുണ്ട്. അന്ന് രാത്രി ഞാൻ ഒരുപാട് ഉറങ്ങാൻ നോക്കി. ഇന്ത്യക്ക് വേണ്ടി കളിക്കുക എന്നുള്ള എൻ്റെ സ്വപ്നമായിരുന്നല്ലോ. സ്വപ്നം സാധിച്ചു. ഇതിനെപ്പറ്റിയൊക്കെ ആലോചിച്ച് രാത്രി എനിക്ക് ശരിക്കും ഉറങ്ങാനേ പറ്റിയില്ല. രാത്രി ഉറങ്ങാത്തത് കൊണ്ട് തന്നെ അടുത്ത ദിവസം എനിക്ക് ടെൻഷനായിരുന്നു. നൈറ്റ് ഉറങ്ങാതെ അടുത്ത ദിവസം എങ്ങനെ എനർജി കിട്ടുക? പിന്നെ എഴുന്നേറ്റ് നോക്കിയപ്പോൾ അടുത്ത ദിവസം നല്ല മഴയായിരുന്നു. മാച്ചാണെങ്കിൽ കോൾഡ് ഓഫ്. എനിക്കപ്പോൾ നല്ല സന്തോഷമായി, കാരണം ഞാൻ നന്നായിട്ട് ഉറങ്ങിയിട്ടില്ല, പ്രിപ്പയർഡും അല്ല. അപ്പോൾ അടുത്ത മാച്ചിന് മുന്നേ ഞാൻ കുറച്ച് സ്ലീപ്പിംഗ് വീല് തരാൻ പറഞ്ഞു. ഒരു 8 മണിക്കൂറെങ്കിലും ഉറങ്ങണമല്ലോ. അതുകൊണ്ട്. പക്ഷേ ആദ്യത്തെ മാച്ച് കളിക്കുന്ന സമയത്ത് താങ്കൾക്ക് കുസൃതി ഒന്നുമില്ല, പക്ഷെ കുറച്ച് നെർവസ് ആയിരുന്നു അല്ലേ? തീർച്ചയായും വളരെ നെർവസ്നെസ് ഉണ്ടായിരുന്നു, എക്സൈറ്റ്മെൻറ്റും ഉണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് ഈ കുസൃതികളെ പറ്റിയൊന്നും ചിന്തിക്കാൻ സാധിച്ചില്ല, കാരണം എൻ്റെ മനസ്സ് മുഴുവനും ഇതായിരുന്നു. ഹാർട്ട് ബീറ്റും അധികമായിരുന്നു. പക്ഷെ നന്നായിട്ട് കളിക്കാൻ തുടങ്ങിയ സമയത്ത് കുസൃതിയും കൂടി. അത് സത്യമാണ്. അതെങ്ങനെയാണെന്ന് വെച്ചാൽ എൻ്റെ സോളിൻ്റെ ഒരു പകുതി ക്യാരക്ടർ. പണ്ട് മുതലേ ഞാൻ കുസൃതികൾ കാണിക്കും. അതെനിക്ക് അധികം മാറ്റാൻ സാധിച്ചില്ല. ഗബ്ബർ സിംഗ് എന്ന് എല്ലാവരും വിളിക്കാൻ തുടങ്ങി. അതെ, സത്യമാണ്. ക്രിക്കറ്റിൽ എല്ലാവരും എന്നെ ഗബ്ബർ സിംഗ് എന്നാണ് വിളിക്കാറ്. എന്നെ ശിഖർ എന്ന് വിളിക്കുന്നത് വളരെ കുറവാണ്. ഗബ്ബർ എന്നാണ് വിളിക്കാറ്. അത് ആ സ്റ്റോറി നോക്കുകയാണെങ്കിൽ ഞാൻ രഞ്ജി ട്രോഫി കളിക്കുന്ന സമയത്ത് ഡൽഹിക്ക് വേണ്ടി ഒരു സില്ലി പോയിന്റ് പിടിച്ചിരുന്നു. അതായത് മറ്റു ടീമുകളൊക്കെ പാർട്ട്ണർഷിപ്പോട് കൂടി കളിക്കും, എല്ലാവരും ശാന്തരായിരിക്കും, പിന്നെ പറയും ഞാൻ എല്ലാവരും എടുക്കുന്നതിൽ കില്ലാടിയാണെന്ന്. ഞാൻ ഓടുന്നത് നോക്ക്, അമ്പയറിന് പോലും എന്നെ ഒന്നും പറയാൻ പറ്റില്ല എന്നൊക്കെ. കാരണം ഞാൻ ആരെയും വഴക്കൊന്നും പറഞ്ഞില്ല, എല്ലാവരും എന്നെ നോക്കി ചിരിക്കാൻ തുടങ്ങി. അപ്പോൾ എൻ്റെ കോച്ച് വിജയ് ദഹ്യ സാർ, അദ്ദേഹം എനിക്ക് ഗബ്ബർ എന്ന് പേരിട്ടു. പിന്നെ അങ്ങോട്ട് എല്ലാവരും എന്നെ ഗബ്ബർ എന്ന് വിളിക്കാൻ തുടങ്ങി. അപ്പോൾ ഷോയിലെ ഡയലോഗ്സ് ഒക്കെ പ്ലേയേഴ്സിനോട് പറയൂ? അതൊക്കെ നടക്കും. ഈ ഷോയിലെ ഡയലോഗ്, അതായത് മറ്റുള്ളവരെ ചിരിപ്പിക്കാൻ വേണ്ടി ഞാൻ ഓരോന്ന് ചെയ്യും. അതായത് താങ്കൾ ഈ ബോൾ ക്യാച്ച് ചെയ്യുന്ന സമയത്ത് അത് എല്ലാവർക്കും അറിയാം. അതായത് ഈ കബഡി പ്ലേയേഴ്സ് ബോൾ പിടിക്കുന്ന പോലെയാണ് താങ്കൾ പിടിക്കുന്നത്. അതെ, സത്യമാണ്. അങ്ങനെ തന്നെ ചെയ്യും. അത് ഞാൻ വളരെ ഇഷ്ടപ്പെട്ട് ചെയ്യും. അങ്ങനെ ചെയ്യുമ്പോൾ എനിക്ക് ഒരു ആൺകുട്ടിയാണെന്ന ഫീൽ വരും, ഈ തോടയടിച്ച് ചെയ്യുമ്പോൾ. ചില സമയങ്ങളിലൊക്കെ അഗ്രഷൻ തോന്നും. അഗ്രഷനിൽ നിന്ന് പുറത്ത് കടക്കണം. അത് ആർക്കും ഒരു ബുദ്ധിമുട്ടുണ്ടാക്കാൻ പാടില്ല. അടുത്ത പ്ലെയർ എന്നെ ഔട്ടാക്കുമ്പോൾ അവരും അങ്ങനെ തന്നെ തിരിച്ച് ചെയ്ത് കാണിക്കും. അപ്പോൾ എനിക്ക് ചിരിയാണ് വരാറ്, കാരണം നിങ്ങൾ എന്നെ അനുകരിക്കുകയാണല്ലോ എന്ന്. സർ, ഞാനും ക്രിക്കറ്റ് കളിക്കാറുണ്ട്. പക്ഷേ പഠിത്തവും ക്രിക്കറ്റും ഒരുമിച്ച് കൊണ്ടുപോകാൻ എനിക്ക് കഴിയുന്നില്ല സർ. നിങ്ങളുടെ സ്റ്റഡി ടൈമിൽ രണ്ടും എങ്ങനെയാണ് മാനേജ് ചെയ്തത്? പഠനം വളരെ പ്രധാനം തന്നെയാണ്. അതായത് സ്കൂൾ ടൈമിലൊക്കെ നോക്കുകയാണെങ്കിൽ പഠനം കഴിഞ്ഞ ശേഷം ഞങ്ങൾ നേരെ കളിക്കാൻ പോകുമായിരുന്നു. ഗ്രൗണ്ടിലേക്ക് പോയി ഏകദേശം 2 മണിക്കൂറൊക്കെ കളിച്ചതിന് ശേഷം തിരിച്ചു വരൂ. പിന്നെ വന്നിട്ട് ഹോംവർക്ക് ചെയ്യുക, പഠിക്കുക, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുമായിരുന്നു. നിങ്ങൾ 2 കാര്യങ്ങളും ഒരുപോലെ മാനേജ് ചെയ്യാൻ നോക്കുകയാണെങ്കിൽ നിങ്ങളുടെ അധ്വാനം കുറച്ചുകൂടി കൂട്ടേണ്ടി വരും. ക്രിക്കറ്റിന് ചിലവഴിക്കുന്ന അത്രയും സമയം തന്നെ നിങ്ങൾ പഠനത്തിലും ചിലവഴിക്കേണ്ടി വരും. അതായത് ഈ സ്പോർട്സിൽ ഏർപ്പെടുന്നത് തീർച്ചയായിട്ടും ഒരു മനുഷ്യൻ്റെ ജീവിതത്തിൽ ഡിസിപ്ലിൻ കൂടുതൽ ഉണ്ടാക്കും. അത് ഓരോ യങ്സ്റ്ററിനെയും സംബന്ധിച്ച് വളരെ പ്രധാനപ്പെട്ട ഒന്ന് തന്നെയാണ്. അതായത് സ്പോർട്സിൽ ഏർപ്പെടുക എന്നത്, അത് ഏത് സ്പോർട്സ് ആയാലും ശരി. നിങ്ങൾക്ക് യോഗ ചെയ്യണമെങ്കിൽ അതും ചെയ്യാം. ഇതൊക്കെ ചെയ്യുമ്പോൾ മാത്രമേ നിങ്ങളുടെ ജീവിതത്തിലൊരു ഡിസിപ്ലിൻ ഉണ്ടാവുകയുള്ളൂ. അത് വളരെ പ്രധാനമാണ്. നിങ്ങളുടെ ഹെൽത്ത് നന്നായിരിക്കും, പിന്നെ നിങ്ങളുടെ കോൺഫിഡൻസ് ലെവലും വളരെ ഇൻക്രീസ് ആകും. ഒരു തവണ നിങ്ങളുടെ സിഗ്നേച്ചർ മൂവ് കാണിച്ചാൽ നന്നായിരിക്കും സർ. ഏത് ക്യാച്ച് എടുത്താൽ ഉടനെ ക്യാച്ച് പിടിച്ചതിന് ശേഷമുള്ളതോ? അത് എഴുന്നേറ്റ് ഒന്ന് ചെയ്താലേ ശരിയാവും. ഇപ്പോൾ നമുക്കൊരു ബ്രേക്ക് എടുക്കാം. ബ്രേക്കിന് ശേഷം നമുക്ക് തിരിച്ചു വന്ന് ആപ്കി അദാലത്തിൽ ശിഖർ ധവാന്റെ മേലുള്ള അടുത്ത കുറ്റാരോപണം എന്താണെന്ന് നോക്കാം. ഹാർദിക് പാണ്ഡ്യയോടൊപ്പം തമാശകളൊക്കെ കാണിക്കാറുണ്ട്. അദ്ദേഹവും വളരെ നല്ല ക്യാരക്ടറാണ്, അതുകൊണ്ടാണ് അദ്ദേഹത്തിന്റെ കൂടെ. ഇപ്പോഴൊക്കെ ഋഷഭ് പന്തിന്റെ കാര്യത്തിൽ പല വിവാദങ്ങളും നടക്കുന്നുണ്ട്. അദ്ദേഹം താങ്കളുടെ ഫേവറേറ്റ് ആണ്. ഞാൻ അങ്ങനെ പറയാൻ കാരണം ഈ ഫോട്ടോ എടുക്കുന്ന സമയത്ത് അദ്ദേഹം ഓടി വന്ന് മടിയിൽ വന്നിരുന്നു. ഞാൻ ഋഷഭിനോട് പറഞ്ഞു മര്യാദയ്ക്ക് മടിയിൽ നിന്ന് എഴുന്നേൽക്കാൻ. മടിയിൽ വയ്ക്കാൻ മാത്രമുള്ള സ്നേഹം എന്തൊന്നും ആൺകുട്ടികൾക്കിടയിൽ.
വെൽക്കം ബാക്ക്. ആപ്കി അദാലത്തിൽ ഇന്നത്തെ നമ്മുടെ അതിഥി ഇന്ത്യൻ ക്രിക്കറ്റ് ടീമിന്റെ ഓപ്പണറായ ശിഖർ ധവാനാണ്. ആപ്കി അദാലത്തിലെ അടുത്ത കുറ്റാരോപണം. ആപ്കി അദാലത്തിൽ ടീം ഇന്ത്യയുടെ ഓപ്പണറായ ശിഖർ ധവാന്റെ മേലുള്ള അടുത്ത കുറ്റാരോപണം ഇദ്ദേഹം ഒരു അന്ധവിശ്വാസിയാണ് എന്നുള്ളതാണ്. ശിഖർ, ഞാൻ കേട്ടത് സത്യമാണോ? താങ്കൾ ഇന്ത്യൻ ടീമിന്റെ ഓപ്പണർ ബാറ്റ്സ്മാനാണ്, പക്ഷേ താങ്കൾ എപ്പോഴും ഫസ്റ്റ് ബോൾ കളിക്കാറില്ല. അതെ, സത്യമാണ്. എപ്പോഴും ആദ്യത്തെ ബോൾ കളിക്കാൻ അത്ര താല്പര്യപ്പെടാറില്ല. പിന്നെ ചില സമയത്തൊക്കെ എങ്ങനെയുള്ള സിറ്റുവേഷനാണ് വരിക എന്ന് വെച്ചാൽ ലെഫ്റ്റ് ഹാൻഡ് ബോളറാണ് ചെയ്യുന്നതെങ്കിൽ രോഹിത് വന്ന് ഉടനെ എന്നോട് പറയും ഈ ബോളറെ ഞാൻ ഫേസ് ചെയ്യണോ എന്ന്. അങ്ങനെ പറഞ്ഞാൽ ഞാൻ ഫേസ് ചെയ്യും. പിന്നെ എനിക്കും രോഹിത്തിനും ഒരു പാറ്റേൺ സെറ്റായിട്ടുണ്ട്, അത് രോഹിത് തന്നെ ഫേസ് ചെയ്യും. പിന്നെ ഞാൻ റണ്ണിങ് എൻഡിൽ നിൽക്കുന്നതാണ് പ്രിഫർ ചെയ്യുക. രോഹിത് എന്താണ് പറഞ്ഞതെന്ന് വെച്ചാൽ, ആദ്യമായിട്ട് താങ്കളോട് ധോണി ഓപ്പണിംഗ് ചെയ്യാൻ പറഞ്ഞപ്പോ അദ്ദേഹം താങ്കളുടെ അടുത്തേക്ക് വന്ന് നീ ഫസ്റ്റ് ബോൾ ഫേസ് ചെയ്യണം, പക്ഷേ താങ്കൾ അത് പറ്റില്ലെന്ന് പറഞ്ഞത്. അതെ, ശരിയാണ്. അപ്പോ ഞാനും ടീമിൽ കംബാക്ക് കൊടുത്തതായിരുന്നു. പിന്നെ ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു, ഞാനിപ്പോ ജസ്റ്റ് കംബാക്ക് നടത്തിയിട്ടേ ഉള്ളൂ, പുതുതായിട്ട് വന്നതാണ്, രണ്ടുപേരും ഈക്വലാണ്, അതുകൊണ്ട് നിങ്ങൾ തന്നെ ചെയ്യുകയെന്ന്. ഞാനിവിടെ തന്നെ നിൽക്കാന്ന് പറഞ്ഞു. അപ്പൊ അദ്ദേഹം ഓക്കെ ഞാൻ ചെയ്യാന്ന് പറഞ്ഞു. സാരമില്ല, ഞാൻ നോക്കിക്കോളാം, നീ കളിക്കുന്നു പറഞ്ഞു. രോഹിത് പറഞ്ഞിരുന്നു മറ്റൊരു തന്ത്രവും ഉണ്ടെന്ന്. അതെ, മൈതാനത്തിലേക്ക് വരുന്നതിന് മുൻപ്, ബാറ്റിങ്ങിന് മുൻപ് ആദ്യം ടോയ്ലറ്റിൽ പോയിട്ട് വരുമെന്ന്. അതെ, അത് സത്യമാണ്. അതായത് ഈ ബാറ്റിങ്ങിന്റെ സമയത്തൊക്കെ പ്രഷർ നമുക്ക് കൂടുതലായിരിക്കും. മെന്റൽ പ്രഷറിന്റെ കൂടെ തന്നെ വേറൊരു പ്രഷറും കൂടി വരും. അതുകൊണ്ടാ അദ്ദേഹം ചോദിക്കുന്നത് ആദ്യത്തെ ബോൾ ഞാനാണ് ഫേസ് ചെയ്യുന്നത്, പക്ഷെ ഇവൻ എന്താണ് ഇങ്ങനെ? കാരണം അടുത്ത ബോൾ ഞാൻ ഫേസ് ചെയ്യണല്ലോ, അതുകൊണ്ടാ. താങ്കൾ ആദ്യത്തെ ബോൾ ഫേസ് ചെയ്യാതിരിക്കുന്നതിൽ എന്തെങ്കിലും തന്ത്രമുണ്ടോ? അല്ല, കംഫർട്ട് ലെവലിന്റെ കാര്യമാണ്. പിന്നെ ചില സമയത്ത് പറഞ്ഞു വരുമ്പോ എൻ്റെ കൂടെ എൻ്റെ അടുത്ത് ബാറ്റിംഗ് ചെയ്യാൻ വേണ്ടി ഒരുപാട് യങ്സ്റ്റേഴ്സ് വരും. ഞാൻ അവരോട് ചോദിക്കാറുണ്ട് നിങ്ങൾക്ക് എന്താണ് ഇഷ്ടമെന്ന്. അപ്പോൾ അവർ നോൺ സ്ട്രൈക്കർ എൻഡിൽ നിൽക്കണമെന്ന് പറയുകയാണെങ്കിൽ ഞാൻ നിൽക്കാൻ പറയും. കാരണം ആസ് എ സീനിയർ അതെൻ്റെ കടമയാണ്, അവരെ കംഫർട്ടബിൾ ആക്കേണ്ടത് എൻ്റെ കടമയാണ്. പിന്നെ ഞാനും രോഹിത്തും ആണെങ്കിൽ അതൊരു ബ്രദർലിഹുഡിൻ്റെ കാര്യമാണ്. സോ നീ തന്നെ പോയിട്ട് അത് ഫേസ് ചെയ്യുമെന്ന് ഞാൻ പറയും. ബ്രദർലിഹുഡ് കാര്യമാണെങ്കിൽ ഇത്രത്തോളം പോവൂ? അതായത് അദ്ദേഹത്തോട് താങ്കൾ ഷൂസ് ചോദിക്കുന്നു, ഗ്ലൗസ് ചോദിക്കുന്നു, അതുപോലെ ബാറ്റിംഗ് ചോദിക്കുന്നു? തീർച്ചയായും. താങ്കളുടേത് എവിടെ വെച്ചിട്ടാ വരുന്നത്? ഞാൻ കുറച്ച് കെയർലെസ് ആയിരിക്കും. ചില സമയത്തൊക്കെ ഞാൻ ഷോക്സ് മറക്കും, ചില സമയത്ത് ഞാൻ ട്രൗസറിൻ്റെ കാര്യം മറക്കും. അപ്പോൾ ഞാൻ മറ്റ് പ്ലേയേഴ്സിനോട് ചോദിച്ചു വാങ്ങും, കാരണം അവരുടെ കയ്യിൽ എക്സ്ട്രാ ഉണ്ടാവാറുണ്ട്. ഇതൊക്കെ സ്ഥിരം നടക്കുന്നതാണ്. അവർക്കറിയാം ഞാൻ എന്തെങ്കിലുമൊക്കെ മറന്നിട്ട് വരുമെന്ന്. പിന്നെ ഇവൻ രോഹിത് എന്നേക്കാളും വലിയ മറവിക്കാരനാ. അവനും ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ മറക്കാറുണ്ട്. അവൻ മറന്ന കാര്യങ്ങൾ എന്തൊക്കെയായിരിക്കും എന്ന് നിങ്ങൾക്ക് ചിന്തിക്കാൻ പോലും പറ്റില്ല സാർ. ശരി, ആരെങ്കിലുമൊക്കെ ഒന്ന് ഗസ് ചെയ്ത് രോഹിത് മറക്കുന്ന കാര്യങ്ങളെ പറ്റി. അദ്ദേഹം പാസ്പോർട്ട് മറന്നിട്ടുണ്ട്, പിന്നെ ഐപാഡ് മറന്നിട്ടുണ്ട്. ഇതൊക്കെ അദ്ദേഹം ഫ്ലൈറ്റിൽ വെച്ച് മറന്നിട്ട് വരും. പിന്നെ ഫ്ലൈറ്റിൽ നിന്ന് അതൊക്കെ തിരിച്ചു വാങ്ങിക്കും. സോ രോഹിത്തും ഇങ്ങനെയാണ്. ഞങ്ങൾ രണ്ടുപേരും ഇക്കാര്യത്തിൽ ഒരേപോലെ. ഞാൻ വിരാട് കോഹ്ലിയെ ഇന്റർവ്യൂ ചെയ്യുന്ന സമയത്ത് അദ്ദേഹം പറഞ്ഞു രോഹിത് എപ്പോഴും ഒരു സ്ലാങ്ങിലാണ് സംസാരിക്കുന്നതെന്ന്. അതെ, സത്യമാണ്. അദ്ദേഹം നല്ല മൂഡിലാണെങ്കിൽ ആ ഒരു സ്ലാങ്ങിൽ അദ്ദേഹം സംസാരിക്കും. അതായത് നോക്കുകയാണെങ്കിൽ ഈ മുംബൈയുടെ ലോക്കൽ ലാംഗ്വേജിൽ ആ സ്റ്റൈൽ അദ്ദേഹത്തിന് ഉണ്ടാവും. അതേപോലെ തന്നെ മുംബൈയുടെ മറ്റൊരു സ്പെഷ്യാലിറ്റി ഉണ്ട്. അതായത് നമ്മൾ ആരോടെങ്കിലുമൊക്കെ വഴി ചോദിച്ചാൽ അവരിങ്ങനെ കാണിക്കുക. ഇത് മുംബൈയുടെ ഒരു സ്റ്റൈലാണ്. ഞാൻ ആദ്യ തവണ പോയപ്പോൾ ശ്രദ്ധിച്ചു, എന്നിട്ട് ചിന്തിച്ചു എന്താ ഇവർ ഇങ്ങനെയൊക്കെ ചെയ്യുന്നതെന്ന്. ഡൽഹി പോയാൽ അവിടെ വേറെ രീതിയിലാണ് ചെയ്യുക. സോ പ്ലേയേഴ്സിനെ ആരെങ്കിലുമൊക്കെ വിളിക്കുമ്പോൾ അദ്ദേഹം അങ്ങനെ ചെയ്യാറുണ്ട്. രോഹിത് ഇങ്ങനെയുള്ള ആക്ഷനൊക്കെ ചെയ്യാറുണ്ട്. നിങ്ങൾ രണ്ടുപേരും ഒന്നിച്ച് കളിക്കുന്ന സമയത്ത് ധാരാളം സമയം ഗ്രൗണ്ടിൽ സ്പെൻഡ് ചെയ്യാറുണ്ടോ? രണ്ടുപേരും ഔട്ട് ആകാറില്ല. പക്ഷെ അത്രയും സമയം നിങ്ങൾ എന്താണ് സംസാരിക്കുന്നത്? കമ്മ്യൂണിക്കേഷൻ, അതായത് എങ്ങനെയുള്ള സിറ്റുവേഷൻ ആണെന്ന്, പിന്നെ അതുപോലെ ഇത്രയും റെസ്റ്റ് എടുക്കേണ്ടത് ആവശ്യമാണോ അല്ലയോ എന്ന്, അടുത്തതായിട്ട് എന്താ ചെയ്യുക എന്നും ചിന്തിക്കും. പിന്നെ ഞാൻ ഈ അടുത്തൊരു വേൾഡ് കപ്പ് മാച്ച് കളിച്ചു. എനിക്ക് കാലിൽ പരിക്ക് പറ്റി. എനിക്ക് 25-27 റണ്ണിൽ ഇഞ്ചുറി ആയി. ഞാൻ രോഹിത്തിനോട് പറഞ്ഞു എനിക്ക് ഇനി വലിയ ഷോട്ടൊന്നും കളിക്കാൻ പറ്റില്ല എന്ന്. പിന്നെ ഇനി അങ്ങോട്ട് എനിക്ക് വലിയ ഷോട്ടുകൾ കളിക്കാൻ പറ്റില്ല എന്ന് ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു. നമ്മൾ ടീമിനൊരു നല്ല ബേസ് കൊടുത്തിട്ടുണ്ട്. ഒരു 70 റണ്ണായാൽ ഞാൻ പുറത്തേക്ക് പോവാന്ന്. പിന്നെ വേറെ ആരെങ്കിലും വന്നാൽ അവർ നല്ലോണം കളിച്ചോളൂ എന്ന് പറഞ്ഞു. വലിയ ഷോട്ട് കളിക്കാനുള്ള പവർ ഇപ്പോൾ എൻ്റെ കൈക്കില്ല. അങ്ങനെ രോഹിത്തിനോട് പറഞ്ഞു. ആ കോമ്പിനേഷൻ ശരിക്കും വളരെ യൂസ്ഫുൾ ആയിരുന്നു. അപ്പോൾ രോഹിത് പറഞ്ഞത് എപ്പോഴും 5-6 റൺ തുടർച്ചയായിട്ട് കളിച്ചുകൊണ്ടേ ഇരിക്കുമെന്ന് പറഞ്ഞു. ഞാനത് കേട്ട് തുടർച്ചയായിട്ട് കളിച്ചു. പിന്നെ ഞങ്ങൾ 100 റൺ പാർട്ട്ണർഷിപ്പിലെത്തി. രോഹിത് 70 റണ്ണെടുത്ത് ഔട്ടായി. അപ്പോഴേക്കും എൻ്റെ പെരുവിരലിന് പരിക്ക് പറ്റിയിരുന്നു. ഞാൻ പെയിൻ കില്ലർ കഴിച്ചിരുന്നു.
പിന്നെ എൻ്റെ വിരലിന് വേദന കൂടി. ഞാനപ്പോൾ സെഞ്ചുറിയും അടിച്ചു. അങ്ങനെ ഞങ്ങൾക്കിടയിലുള്ള ആ ഒരു കമ്മ്യൂണിക്കേഷൻ യൂസ്ഫുൾ ആയിരുന്നു. അതിൻ്റെ ക്രെഡിറ്റ് ഒക്കെ ഫുള്ള് രോഹിത്തിന് തന്നെയാണ്. കാരണം ആ കമ്മ്യൂണിക്കേഷൻ എനിക്ക് ആ സമയത്ത് വളരെ യൂസ്ഫുൾ ആയിട്ട് തന്നെ മാറി. സോ ഞങ്ങൾക്കിടയിൽ എല്ലാ മാച്ചുകളിലും നല്ല കമ്മ്യൂണിക്കേഷൻ ഉണ്ടാവും. കൂടെ തന്നെ ഇടയ്ക്ക് കോമഡി ഉണ്ടാവും. അത് ഉണ്ടാവേണ്ടത് ആവശ്യമാണല്ലോ. എന്ത് കോമഡി ചെയ്യുന്നത്? എന്ത് കോമഡി ചെയ്യുമെന്ന് വെച്ചാൽ അതായത് ഞാൻ ചിലപ്പോൾ പാട്ട് പാടും. പിന്നെ ആ സമയത്ത് എനിക്ക് തോന്നുന്ന കോമഡികളൊക്കെ ഞാൻ പറയും. അങ്ങനെയൊക്കെയാണ് നടക്കാറ്. അങ്ങനെയാണ് ഞങ്ങൾ പ്രഷർ കുറയ്ക്കുക. ഹാർദിക്കിനോടൊപ്പം ശരിക്കും എൻജോയ് ചെയ്യുമെന്ന് കേട്ടു, അത് ശരിയാണോ? അതെ, അത് പിന്നെ എപ്പോഴും നടക്കുന്നതാണ്. ഹാർദിക്കിന്റെ കൂടെ ഞാൻ എപ്പോഴും ചുമ്മാ കളിയാക്കാൻ വേണ്ടിയൊക്കെ നടക്കാറുണ്ട്. അദ്ദേഹവും എനിക്ക് ചേർന്ന ഒരു ക്യാരക്ടറാണ്. അതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് നല്ല യോജിപ്പാണ്. സന്തോഷം നമ്മൾ എത്രമാത്രം പങ്കുവയ്ക്കുന്നുവോ അത് വളരെ നല്ല കാര്യമാണല്ലോ. അതുകൊണ്ട് തന്നെ ഞങ്ങളെപ്പോഴും സന്തോഷം പങ്കുവയ്ക്കും. അദ്ദേഹം ഒരു 23-24 വയസ്സുള്ള ആളാണ്. ഞാനും ആ ലെവലിലേക്ക് തന്നെ ഇറങ്ങിക്കൊണ്ട് അദ്ദേഹത്തിൻ്റെ കൂടെ തമാശകൾ പറയും, എൻജോയ് ചെയ്യും. വിരാട് പറഞ്ഞിരുന്നു വാക്കുകളിൽ ഒരു നിയന്ത്രണവും ഇല്ലെന്ന്. ആര്? ഹാർദിക്കോ? അതെ, ഹാർദിക്കിന്. എന്താ? ഇല്ല, അങ്ങനെ ഒന്നും തന്നെ ഇല്ല. അതായത് നോക്കുകയാണെങ്കിൽ എന്താ സംഭവിക്കാന്ന് വെച്ചാ, ഈ പിള്ളേരൊക്കെ യങ്ങായിരിക്കുന്ന സമയത്ത് ഞാനും യങ്ങായിരുന്നല്ലോ. ഞാനും അതുപോലുള്ള പല കാര്യങ്ങളും കടന്നു തന്നെയാണ് വന്നിരിക്കുന്നത്. ബട്ട് ഈസ് എ ഗുഡ് ബോയ്, വെരി ഗുഡ് ബോയ്. അദ്ദേഹം നമ്മുടെ കൺട്രിക്ക് വേണ്ടി ഒരുപാട് കഷ്ടപ്പെടുന്നുണ്ട്. സോ ഐ വിഷ് ഹിം ബെസ്റ്റ് ഓഫ് ലക്ക്. പിന്നെ ഋഷഭ് പന്തിന്റെ കാര്യത്തിൽ പല ചർച്ചകളും നടക്കുന്നുണ്ട്. അദ്ദേഹം താങ്കൾക്ക് ഫേവറേറ്റ് ആണോ? ഋഷഭ്, അതെ, എനിക്ക് എല്ലാവരും ഫേവറേറ്റ് ആണ്. ഋഷഭ് വളരെ ടാലൻറ്റഡ് ആയിട്ടുള്ള ഒരു പയ്യനാണ്. അദ്ദേഹത്തിന് ഒരുപാട് ടാലൻ്റ് ഉണ്ട്. അദ്ദേഹം നമ്മുടെ രാജ്യത്തിന് വേണ്ടി ഒരുപാട് കഷ്ടപ്പെടുന്നുണ്ട്. എന്തുകൊണ്ടാണ് ഫേവറേറ്റ് എന്ന് പറഞ്ഞാൽ ഫോട്ടോ എടുക്കുന്ന സമയത്ത് അദ്ദേഹം താങ്കളുടെ മടിയിൽ വന്നിരുന്നു. അതെ, മടിയിൽ വന്നിരുന്നു. അപ്പം ഞാൻ പറഞ്ഞു, ഒന്ന് എഴുന്നേൽക്ക്, അവർ ഫോട്ടോ എടുക്കുകയാണ്, നീ എന്താ മടിയിൽ വന്നിരിക്കുന്നേ, നീ ഇത് നോക്ക്. മടിയിലിരുത്താൻ മാത്രമുള്ള സ്നേഹം എന്തൊന്നും ആൺകുട്ടികളോട് എനിക്കില്ലാന്ന് പറഞ്ഞു. പക്ഷേ അദ്ദേഹത്തിനൊരു 20 അല്ലെങ്കിൽ 21 വയസ്സേ ഉണ്ടാവൂ. പറയുന്നതൊന്നും ആരും കേൾക്കില്ല. ആ പ്രായത്തിലുള്ള പിള്ളേരൊക്കെ അങ്ങനെയാണല്ലോ. യങ്സ്റ്റേഴ്സ് അങ്ങനെയൊക്കെ ചെയ്യും. അദ്ദേഹം ഇരുന്നു, പിന്നെ എഴുന്നേൽപ്പിക്കാൻ ശ്രമിച്ചു, നടന്നില്ല. ശരി, അങ്ങനെ തന്നെ ഇരിക്കട്ടെ. പിന്നെ മടിയിലിരുന്നു കൊണ്ട് തന്നെ ഫോട്ടോ എടുത്തു. പിന്നെ എല്ലാവരും അപ്പോൾ സന്തോഷത്തിലായിരുന്നു. അതായത് 21 വയസ്സൊക്കെ ഉള്ള ഒരു പയ്യൻ്റെ അടുത്ത് നോക്കുകയാണെങ്കിൽ ആ സമയത്ത് നല്ല സന്തോഷം തോന്നണമല്ലോ. എല്ലാവരും അങ്ങനെ ആവണമല്ലോ. അത്രേ നടന്നുള്ളൂ. പക്ഷേ താങ്കൾക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നില്ലേ, അദ്ദേഹം ബാറ്റിങ്ങിൽ കുറച്ചുകൂടെ കോൺസെൻട്രേറ്റ് ചെയ്യണം, നന്നായിട്ട് റൺ എടുക്കണം. പക്ഷെ അദ്ദേഹം ഇപ്പം നന്നായിട്ട് ബാറ്റ് ചെയ്യുന്നില്ലെന്നുള്ള കാര്യം. അല്ല, ശ്രദ്ധിക്കുന്നുണ്ട്, പിന്നെ നല്ലോണം അധ്വാനിക്കുന്നുണ്ട്. ചില സിറ്റുവേഷനുകളിൽ എത്ര തന്നെ ശ്രമിച്ചിട്ടും ചിലപ്പോൾ നടക്കില്ല. ആ ഒരു ജേണിയിൽ അദ്ദേഹം ഒരുപാട് കാര്യങ്ങൾ പഠിക്കുന്നുണ്ട്. അതിനെപ്പറ്റി നോക്കുകയാണെങ്കിൽ അത് ഋഷഭിൻ്റെ കാര്യം മാത്രമല്ല, എല്ലാവർക്കും സംഭവിക്കുന്നതാണ്. എനിക്ക് സംഭവിച്ചിട്ടുണ്ട്, എനിക്കറിയാവുന്ന പലർക്കും സംഭവിച്ചിട്ടുണ്ട്. സോ അതൊക്കെ ക്രിക്കറ്റേഴ്സിൻ്റെ ജീവിതത്തിലൊരു പാർട്ടാണ്. ഐ ആം ഷുവർ അദ്ദേഹം വലുതായിട്ട് എന്തെങ്കിലുമൊക്കെ പഠിക്കും. ആൻഡ് അദ്ദേഹം ഒരു നല്ല പ്ലെയറാണ്. ഉറപ്പായിട്ടും അദ്ദേഹം നല്ലോണം സ്കോർ ചെയ്യണം. എനിക്ക് വളരെ നന്നായിട്ട് അറിയാം അദ്ദേഹത്തെ. അദ്ദേഹം വളരെ ടാലൻറ്റഡ് ആയിട്ടുള്ള പ്ലെയറാണ്. ഇംഗ്ലണ്ടിൻ്റെ കൂടെയുള്ള ടെസ്റ്റ് മാച്ചിൽ അദ്ദേഹം സെഞ്ചുറി അടിച്ചിരുന്നു. സോ അദ്ദേഹം ഇങ്ങനെ നല്ലോണം കഷ്ടപ്പെടുന്നത് കൊണ്ട് തന്നെ ഉറപ്പായിട്ടും അതിനുള്ള വിജയം അദ്ദേഹത്തിന് നേടാൻ സാധിക്കും. യങ് ഏജിൽ ഒരു കൈയിൽ ഷോട്ട് അടിക്കുന്നത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണോ? അല്ല, അദ്ദേഹം IPL 1 ഹാൻഡ് ഷോട്ട് അടിച്ചിരുന്നു, അതിൽ 6 അടിച്ചിരുന്നു. പിന്നെ ഈ അടുത്തായിട്ടുള്ള എല്ലാ മാച്ചുകളിലും അദ്ദേഹം 2 കൈ കൊണ്ടും തന്നെയാണ് കളിച്ചത്. ആൻഡ് ഇനി അങ്ങോട്ടും അദ്ദേഹത്തിൻ്റെ ബാറ്റിൽ നിന്ന് ഒരുപാട് 6കൾ പിറക്കുന്നത് നമുക്ക് കാണാൻ പറ്റും. മഹേന്ദ്ര സിംഗ് ധോണിക്കും വിരാട് കോഹ്ലിക്കും നടുക്ക് വലിയൊരു അണ്ടർസ്റ്റാൻഡിംഗ് ഉണ്ട്. അത് എല്ലാവർക്കും അറിയാവുന്ന കാര്യവുമാണ്. വിരാട് ധോണിക്ക് വളരെയധികം റെസ്പെക്ട് കൊടുക്കുന്നു എന്നുള്ള കാര്യം. അതിനെക്കുറിച്ച് നിങ്ങൾ പ്ലേയേഴ്സിനുള്ളിൽ സംസാരിക്കാറുണ്ടോ? ഉറപ്പായിട്ടും സംസാരിക്കും. ധോണി ബ്രോയുടെ മേലെ എല്ലാവർക്കും ഒരുപാട് ബഹുമാനമുണ്ട്. നമ്മുടെ രാജ്യത്തിൻ്റെ ഒരു ക്യാപ്റ്റൻ പദവി വഹിച്ച ആളാണ്. പിന്നെ അദ്ദേഹം ഒരുപാട് കാര്യങ്ങൾ നമ്മുടെ രാജ്യത്തിന് വേണ്ടിയും പ്ലേയേഴ്സിന് വേണ്ടിയും ചെയ്തിട്ടുണ്ട്. ആൻഡ് വി ആർ വെരി ഗ്രേറ്റ്ഫുൾ. പിന്നെ വിരാട്ടും നിങ്ങൾ പറഞ്ഞ പോലെ അഭിനന്ദനം അർഹിക്കുന്ന ഒരാളാണ്. പിന്നെ ധോണി അദ്ദേഹത്തെ യങ് ആയിരുന്ന സമയത്ത് ഒരുപാട് ഗൈഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ അദ്ദേഹം ക്യാപ്റ്റൻ ആയതിനു ശേഷവും ആ ക്യാപ്റ്റൻസിയിലും ഒരുപാട് കാര്യങ്ങൾ ധോണി പറഞ്ഞു കൊടുത്തിട്ടുണ്ട്, നോളജ് കൊടുത്തിട്ടുണ്ട്. അത് ഒരു വലിയ ലീഡറിൻ്റെ ക്വാളിറ്റി തന്നെയാണ്. പിന്നെ വിരാടിനെയും ഈ കാര്യത്തിൽ ഞാൻ അഭിനന്ദിക്കണം. കാരണം ഈ ക്വാളിറ്റി അദ്ദേഹത്തിനും ഉണ്ട്. ആ ഒരു റെസ്പെക്റ്റ് അദ്ദേഹം എപ്പോഴും തിരിച്ചു കൊടുക്കുന്നുണ്ട്. ആൻഡ് ഹീ ഈസ് ഷോയിങ് ഗ്രാറ്റിറ്റ്യൂഡ് ടുവേർഡ്സ് ധോണി ബ്രോ. ബോത്ത് ആർ ഗ്രേറ്റ്. താങ്കൾ ധോണിയുടെ കൂടെ കളിക്കുമ്പോൾ എന്തെങ്കിലും വ്യത്യാസം അനുഭവപ്പെടാറുണ്ടോ? അതായത് മറ്റുള്ള കളിക്കാരുടെ കൂടെ കളിക്കുന്നതിനേക്കാൾ? ധോണി ബ്രോയുടെയും പിന്നെ ബാക്കിയുള്ളവരുടെയും കൂടെ കളിക്കുമ്പോൾ ക്രീസിലുള്ള സമയത്ത് ധോണി ബ്രോയുടെ കൂടെ ഞാൻ ഒരിക്കലും ക്രീസിൽ നിന്നിട്ടില്ല. കാരണം അദ്ദേഹം വരുമ്പോഴേക്കും ഞാൻ എൻ്റെ പണി കഴിഞ്ഞ് അകത്ത് പോയിട്ടുണ്ടാവും, ഞാൻ ഔട്ടായിട്ടുണ്ടാവും. സോ അദ്ദേഹത്തിന് അറിയാം, ഹീ ഈസ് ക്ലവർ. സോ അദ്ദേഹത്തിന് ഇത്രയൊക്കെ ചെയ്യണം, ഇത്രയൊക്കെ ചെയ്യേണ്ട എന്നതിൽ കൃത്യമായിട്ടൊരു വ്യക്തതയുണ്ടാവും. അദ്ദേഹം കമ്മ്യൂണിക്കേറ്റ് ചെയ്യും.
ഒരു ക്യാപ്റ്റനായിരുന്നു കൊണ്ട് എല്ലാവരോടും പറയും, നീ നന്നായിട്ട് കളിക്ക്, നല്ലോണം അടിച്ച് കളിക്ക്. പിന്നെ ഐ വിൽ ഫോളോ ഹിസ് ഇൻസ്ട്രക്ഷൻ ആൻഡ് ഐ വിൽ ഡു ദാറ്റ്. കാരണം അദ്ദേഹം ടീമിന് വേണ്ടി നിന്ന് പ്രവർത്തിക്കുന്ന ഒരാളാണ്, ഏത് സിറ്റുവേഷനിലായാലും ശരി. വളരെ വളരെ വലിയൊരു പ്ലെയർ തന്നെയായിരുന്നു അദ്ദേഹം, ഒരു സക്സസ്ഫുള്ളായ പ്ലെയർ തന്നെയാണ് അദ്ദേഹം. ഞങ്ങൾ സംസാരിക്കുമ്പോൾ അല്ലെങ്കിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുമ്പോൾ എപ്പോഴും ഒരു മ്യൂച്വൽ അണ്ടർസ്റ്റാൻഡിങ്ങിൽ ഞങ്ങൾ നിൽക്കാറുണ്ട്. താങ്കളുടെ മറ്റൊരു പാർട്ടാണ് ജസ്പ്രീത് ബുംറ. അതെ സർ. അദ്ദേഹത്തെക്കുറിച്ച് പല ചർച്ചകളുമുണ്ട്. അദ്ദേഹത്തിന്റെ ബോളിംഗ് ആക്ഷനെ കുറിച്ചാണ് കൂടുതലും. മറ്റൊരു കാര്യം, അദ്ദേഹം എവിടെ നിന്നാണ് ബോൾ ഇടുന്നത് പോലും അറിയില്ല. സത്യമാണ്, അദ്ദേഹത്തിന്റെ ബോളിംഗ് ആക്ഷൻ കുറച്ച് വ്യത്യസ്തമായ ഒന്നാണ്. എന്നോട് ആരോ പറഞ്ഞിരുന്നു, അദ്ദേഹത്തിന്റെ റൂമിൽ ഹൈറ്റ് കുറവായതുകൊണ്ട് ഇതുപോലെ കുനിഞ്ഞിട്ടൊക്കെ ബോൾ ചെയ്ത് പ്രാക്ടീസ് ചെയ്യും. സോ അദ്ദേഹത്തിന്റെ ആക്ഷൻ എങ്ങനെ തന്നെ ആയാലും അത് ബാറ്റ്സ്മാൻമാർക്കൊരു വലിയ വെല്ലുവിളി തന്നെയാണ്. അതേപോലെ അദ്ദേഹം നമ്മുടെ രാജ്യത്തിന് വേണ്ടി നന്നായി കളിക്കുന്നുണ്ട്. വേൾഡ് നമ്പർ 1 ബോളറാണ്. ആൻഡ് ഹീ ഈസ് വെരി വെരി ഡിസിപ്ലിൻഡ്, ഹാർഡ് വർക്കിംഗ്. അത് ഫിറ്റ്നസിൻ്റെ കാര്യമാണെങ്കിലും മെൻ്റൽ ഹെൽത്തിൻ്റെ കാര്യമാണെങ്കിലും ശരി, ഈവൻ ഫുഡിൻ്റെ കാര്യമാണെങ്കിലും ശരി, എല്ലാത്തിലും അദ്ദേഹം കൺട്രോൾഡ് ആയിട്ടാണ് ഇരിക്കുന്നത്. ഇപ്പോഴൊക്കെ ഡ്രസ്സിംഗ് റൂമിൽ ഫിറ്റ്നസിന്റെ കാര്യത്തിൽ ശരിക്കും ശ്രദ്ധിക്കുന്നുണ്ടോ? അതെ സർ, സത്യമാണ്. എല്ലാവരും ഫിറ്റ്നസിൻ്റെ കാര്യത്തിൽ വളരെ ശ്രദ്ധ ചെലുത്തുന്നവരാണ്. ഇതൊരു പുതിയ കൾച്ചറാണ്, ഇതൊരു നല്ല കൾച്ചറുമാണ്. കാരണം എല്ലാവരും ഫിറ്റ്നസിൽ ശ്രദ്ധിക്കുന്നുണ്ട്. എല്ലാവർക്കും നമ്മുടെ ഡെക്സാ സ്കാൻ നടത്തും. അതിൽ കൃത്യമായിട്ട് കാണാൻ പറ്റും നമ്മുടെ ശരീരത്തിൽ എത്രമാത്രം ഫാറ്റ് ഉണ്ട്, എത്രമാത്രം മസിലുണ്ടെന്ന്. സോ അത് നമുക്കൊരു ഇൻഡിക്കേറ്റർ ആയിരിക്കും. അതായത് എങ്ങനെയൊക്കെ ഇമ്പ്രൂവ് ചെയ്യണം, ഡയറ്റ് മാറ്റണോ വേണ്ടയോ, എവിടെയൊക്കെ നമുക്ക് തെറ്റുന്നു, എന്തൊക്കെ ശരിയാണ്, അത് നമുക്കൊരു മിറർ പോലെയാണ്. അതിൽ നോക്കി നമുക്ക് എങ്ങനെ വേണമെങ്കിലും നമ്മളെ തിരുത്താൻ സാധിക്കുന്നതാണ്. അതിൻ്റെ കൂടെ ഫിറ്റ്നസ് ടെസ്റ്റും ഉണ്ടാവും, ഈ പറഞ്ഞ പോലെ തന്നെ ഡെക്സയും കൂടെ ഉണ്ടാവും. ഇതുപോലെ ഒരുപാട് കാര്യങ്ങൾ നടക്കുന്നുണ്ട്. ആർക്കെങ്കിലും ചോദ്യം ചോദിക്കാൻ ആഗ്രഹമുണ്ടോ? സർ, എല്ലാവർക്കും ഇക്കാര്യം അറിയാവുന്നതാണ്. 2010 താങ്കളുടെ കരിയർ സ്റ്റാർട്ട് ചെയ്തത്. 2013 ചാമ്പ്യൻസ് ട്രോഫി നടന്നപ്പോൾ താങ്കൾ ഒരു ലൈൻ ലൈഫിലെത്തി. അതിനുശേഷം എല്ലാവർക്കും ബോധ്യമാവുന്ന രീതിയിൽ കഴിവുകൾ തെളിയിച്ചു. സർ, എനിക്കറിയേണ്ടത് ഇത്രയേ ഉള്ളൂ. 2010 മുതൽ 2013 വരെ ഉള്ള ആ കാലഘട്ടത്തിലെ സ്ട്രഗിൾ താങ്കൾ എങ്ങനെയെല്ലാം കഷ്ടപ്പെട്ടു, അതെല്ലാം എങ്ങനെ ഫേസ് ചെയ്തു, താങ്കളുടെ മൈൻഡ് സെറ്റ് എങ്ങനെയായിരുന്നു, താങ്കൾ ശരിക്കും വിഷമിച്ചിരുന്നോ? 2010 ഞാൻ കളിക്കാൻ വന്ന സമയത്ത് 2 മാച്ച് ഞാൻ കളിച്ചിരുന്നു. പിന്നെ ഞാൻ പുറത്തായി. അതിനുശേഷം എൻ്റെ എൻട്രി എങ്ങനെയാണ് ഉണ്ടായതെന്ന് വെച്ചാൽ, സാർ പറഞ്ഞതുപോലെ വീരു ബ്രദർ പിന്നെ ഗൗതി ബ്രദർ റെസ്റ്റ് എടുക്കാൻ വേണ്ടി പോയ സമയത്ത് അവർക്ക് പകരം എനിക്ക് ഈ അവസരം കിട്ടി. ഞാൻ അതുവരെ എൻ്റെ ജീവിതത്തിൽ അങ്ങനെ ഒരു സ്ട്രഗിള് നേരിട്ടിട്ടേ ഇല്ല. കാരണം അങ്ങനെയൊന്നും ഞാൻ വിശ്വസിക്കുകയില്ല. അതായത് 2010 മുതൽ 2013 വരെ ഞാൻ എൻ്റെ ക്രിക്കറ്റ് എൻജോയ് ചെയ്തിരുന്നു. എനിക്ക് ഈ ക്രിക്കറ്റ് എന്ന് വെച്ചാൽ ജീവനാ. സോ അതുകൊണ്ട് ദിവസവും കളിക്കാൻ വേണ്ടിയൊക്കെ പോകുന്നത്, പിള്ളേരുടെ കൂടെ ജോളിയായിട്ട് ചുറ്റുന്നത്, ഗ്രൗണ്ടിൽ വെച്ച് തമാശ പറയുന്നത്, അതുപോലെ ഞാൻ എൻ്റെ ബാറ്റിങ്ങിലും ഫിറ്റ്നസ്സിലും ഒക്കെ നന്നായിട്ട് തന്നെ വർക്കൗട്ട് ചെയ്യുമായിരുന്നു. സോ ആ ഒരു ഫ്ലോയിൽ ഉണ്ടായിരുന്നതുകൊണ്ട് എനിക്ക് നന്നായിട്ട് അറിയാം. പിന്നെ എൻ്റേതായിട്ടുള്ള അവസരം കിട്ടുമ്പോൾ എനിക്കത് അറിയാൻ പറ്റും. അഥവാ കിട്ടിയില്ലെങ്കിലും കുഴപ്പമില്ല. കാരണം എൻജോയ് ചെയ്യേണ്ടത് വളരെ പ്രധാനമാണ്. കാരണം എപ്പോൾ നോക്കിയാലും സ്ട്രെസ്ഡ് ആയിട്ടിരുന്നാൽ നമുക്ക് ഈ നിമിഷത്തിൽ നിൽക്കാൻ പറ്റില്ല. അതുപോലെ നമ്മുടെ ഭാവിയും അതുപോലെ ഡേഞ്ചർ ആവും. അതുകൊണ്ട് നമ്മൾ എപ്പോഴും എനർജിയോടുകൂടി സന്തോഷത്തോടെ ഇരിക്കണം, ബ്ലെസ്ഡ് ആയിരിക്കണം. അപ്പോൾ മാത്രമേ നമ്മുടെ ഫ്യൂച്ചർ നന്നായിട്ട് മാറൂ. അത് എല്ലാ തരത്തിലും. പിന്നെ ഫ്യൂച്ചറിൽ All the best for your future, താങ്ക് sir. യു, താങ്ക് യു. വേറെ ആർക്കെങ്കിലും ചോദ്യം ചോദിക്കണേ ചോദിക്കാം. സർ, വേൾഡ് കപ്പ് ടീമിൽ നിങ്ങളൊരു പ്രധാനപ്പെട്ട പ്ലെയർ ആയിരുന്നു. നെക്സ്റ്റ് ഇയർ വേൾഡ് കപ്പ് വരുന്നുണ്ടല്ലോ, അതിന് എന്ത് പ്ലാനാ സാർ നിങ്ങളുടെ പക്കലുള്ളത്? സ്പെഷ്യൽ പ്ലാനിങ് എന്താണെന്ന് വെച്ചാൽ, ഞാൻ എപ്പോഴും എൻ്റെ ഫിറ്റ്നസ്സിൽ ഫോക്കസ്ഡ് ആയിട്ടിരിക്കണം. കൈക്കും കാലിനൊന്നും പരിക്ക് പറ്റാൻ പാടില്ല. പിന്നെ ടീമിന് ഒരു ഗോൾ ഉണ്ടാവും. ഞങ്ങൾക്ക് എപ്പോഴും ഒരു ഡയറക്ഷൻ തന്നുകൊണ്ടിരിക്കും. അതായത് നമ്മൾ എങ്ങനെയൊക്കെ പ്രവർത്തിക്കണം എന്നൊക്കെ. ആ റോൾ ഞാൻ നന്നായിട്ട് തന്നെ നിറവേറ്റേണ്ടതുണ്ട്. കറക്റ്റായിട്ട് പ്രവർത്തിക്കണം. ഞാൻ നൽകിയ വാക്കുകൾ ഞാൻ പാലിക്കും. അതിൽ ഞാൻ കോൺഫിഡൻ്റ് ആയിട്ടിരിക്കും. പറഞ്ഞു വരുമ്പോൾ ഞാൻ ഗ്രൗണ്ടിൽ ഇറങ്ങി 100 റൺ അടിക്കണം, 200 റൺ അടിക്കണം എന്നൊന്നും ഒരിക്കലും ചിന്തിക്കാറില്ല. പക്ഷേ ഞാൻ എപ്പോഴും അതിനുവേണ്ടി എഫേർട്ടുകൾ ഇടാറുണ്ട്. എൻ്റെ മുഴുവൻ എഫേർട്ടുകൾ ഞാൻ ഇടാറുണ്ട്. താങ്ക് യു സർ. ശിഖർ, താങ്കൾ ഈ കാര്യം മനസ്സിലാക്കി. അതുകൊണ്ട് ജനങ്ങൾ താങ്കളെ ഇഷ്ടപ്പെടുന്നു. താങ്കൾ ഈ മീശ പിരിക്കുന്നത് എപ്പോഴാണ് തുടങ്ങിയത്? ഓ, മീശ പിരിക്കുന്നതാണോ? അത് നോക്കുകയാണെങ്കിൽ എപ്പോഴാണ് ഫേമസ് ആയെന്ന് വെച്ചാൽ, ടെസ്റ്റ് ഡെബ്യൂട്ടിൽ ഞാൻ സെഞ്ചുറി അടിച്ച സമയത്താണ് ഇത് ഫേമസ് ആയത്. അതിന് മുന്നേ തന്നെ എനിക്ക് മീശ ഉണ്ടായിരുന്നു. ഈ കാര്യം എനിക്ക് വളരെ ഇഷ്ടമാണ്. അതായത് ആരെങ്കിലും കാണുമ്പോൾ മീശ ഇങ്ങനെ പിരിക്കുന്നത്, അതൊരു ആണത്തത്തിൻ്റെ പ്രതീകമായിട്ട് ഞാൻ കാണുന്നു, മീശ ഇങ്ങനെ പിരിച്ചു വയ്ക്കുന്നത്. സോ അതെന്നെ ഫാസിനേറ്റ് ചെയ്യാറുണ്ട്. സോ ഞാനത് വളരെ ഇഷ്ടപ്പെട്ട് ചെയ്ത കാര്യമാണ്. പിന്നെ ഞാൻ ടെസ്റ്റ് ഡെബ്യൂട്ടിൻ്റെ അന്ന് സെഞ്ചുറി അടിച്ച സമയത്ത് ടീ ബ്രേക്കിന് വേണ്ടി പുറത്തു വന്നപ്പോൾ മീശ പിരിച്ചുകൊണ്ട് ഞാൻ ജനങ്ങളെ നോക്കുമായിരുന്നു. അതൊരു അഭിമാനിക്കുന്ന കാര്യമായിട്ട് ഞാൻ ഫീൽ ചെയ്തു. TV ആക്ഷനിൽ കാണിക്കുന്നത് പോലെ ഇപ്പോൾ താങ്കൾക്ക് ചെയ്യാൻ സാധിക്കുമോ? ചെയ്യാം. പക്ഷേ എനിക്കിപ്പോൾ പിരിക്കാൻ മാത്രം മീശ ഇല്ല. എന്നാലും അതേ മുഖം തന്നെയാണ്, അതേ കണ്ണുകൾ തന്നെയാണ്. സോ ചെയ്യാം.
ഇപ്പോൾ നമുക്കൊരു ബ്രേക്ക് എടുക്കാം. ബ്രേക്കിന് ശേഷം ആപ്കി അദാലത്തിൽ ശിഖർ ധവാനോടുള്ള അടുത്ത ചോദ്യം നമ്മൾ തുടരുന്നതായിരിക്കും. താങ്കളുടെ പുതിയ ആകാംക്ഷയൊക്കെ ഞാൻ കണ്ടു. അതെ സർ. പാകിസ്ഥാൻ ഫീൽഡേഴ്സിനെ ഗ്രൗണ്ടിൽ വെച്ചൊന്നും ചെയ്യുന്നില്ല, പക്ഷേ ട്വിറ്ററിൽ വെച്ച് താങ്കൾ കൊല്ലുന്നതായിട്ട് ഞാൻ കണ്ടു. നമ്മൾ എന്തായാലും നമ്മുടെ രാജ്യത്തിന് വേണ്ടി എന്തെങ്കിലും ചെയ്യേണ്ടതുണ്ടല്ലോ. നമ്മുടെ രാജ്യത്ത് വേറൊരാൾ വന്ന് നമ്മളെ ഭരിക്കാൻ നോക്കിയാൽ നന്നാവില്ലല്ലോ. ആദ്യം അവർ അവരുടെ വീട്ടിലെ കാര്യം നോക്കട്ടെ, എന്നിട്ടല്ലേ ഇങ്ങോട്ട് വരണ്ടു. ഒരു പഴഞ്ചൊല്ലില്ലേ, അതായത് ഈ ചില്ലുകൂട്ടിലിരുന്നു കൊണ്ട് കല്ലെറിയാന്നൊക്കെ പറയുന്ന പോലെ. വെൽക്കം ബാക്ക്. ആപ്കി അദാലത്തിൽ ഇന്ന് നമ്മൾ വിചാരണ നടത്തിക്കൊണ്ടിരിക്കുന്നു, ചോദ്യങ്ങൾ ചോദിച്ചുകൊണ്ടിരിക്കുന്നു. ടീം ഇന്ത്യയുടെ ഓപ്പണിംഗ് ബാറ്റ്സ്മാൻ ക്രിക്കറ്റ് സ്റ്റാർ ശിഖർ ധവാനോടാണ് ആപ്കി അദാലത്തിലെ അടുത്ത കുറ്റാരോപണം. ആപ്കി അദാലത്തിൽ ടീം ഇന്ത്യൻ ഓപ്പണിംഗ് ബാറ്റ്സ്മാനായ ശിഖർ ധവാന്റെ മേലുള്ള കുറ്റാരോപണം ഇദ്ദേഹം പുതിയ പുതിയ ഹോബികൾ പഠിക്കുന്നു എന്നുള്ളതാണ്. താങ്കളുടെ ഒരു വീഡിയോ വളരെ വൈറലായിട്ട് പോകുന്നുണ്ട്. അതായത് രൺബീർ സിംഗ് താങ്കൾക്ക് ഡാൻസ് പഠിപ്പിച്ചു തരുന്നു ഈ ഖലീബലി സിനിമ പാട്ടിന്. ഖലീബലി, അതെ സർ. ഞാനത് എല്ലാവരെയും കാണിക്കാൻ ആഗ്രഹിക്കുകയാണ്. താങ്കൾ എങ്ങനെ സ്റ്റെപ്പ് ചെയ്തെന്ന് നോക്കാം. ക്യാൻ വി ഹാവ് ദ വീഡിയോ പ്ലീസ്? ഈ ഖലീബലിയിൽ എങ്ങനെയാണ് താങ്കൾക്ക് ഇൻട്രസ്റ്റ് വന്നത്? ആക്ച്വലി ഞാൻ മുംബൈയിൽ ഒരു ഷൂട്ടിങ്ങിലായിരുന്നു. അദ്ദേഹവും ആ സമയത്ത് ഷൂട്ടിങ്ങിലായിരുന്നു. സോ ബ്രേക്ക് സമയത്ത് ഞങ്ങളത് ചെയ്തു. അദ്ദേഹത്തിന് എൻ്റെ തൈഫൈ അത് ശരിക്കും വളരെ ഇഷ്ടപ്പെട്ടിരുന്നു. ഞാനും അദ്ദേഹത്തോട് പറഞ്ഞു നിങ്ങളിൽ നിന്ന് എനിക്കും പഠിക്കാനുണ്ടെന്ന്. അതുകൊണ്ട് അദ്ദേഹം എനിക്ക് ആ സ്റ്റെപ്പ് പഠിപ്പിച്ചു തന്നു. സോ എനിക്ക് ഡാൻസ് വളരെ ഇഷ്ടമാണ്. ഞാൻ പഞ്ചാബി ഡാൻസ് നന്നായിട്ട് കളിക്കാറുണ്ട്, ഈ പഞ്ചാബി പാട്ടിട്ടുകൊണ്ട്. സോ ഞാൻ റൂമിലുണ്ടാവുന്ന സമയത്ത് പഞ്ചാബി പാട്ട് പ്ലേ ചെയ്തുകൊണ്ട് ഡാൻസ് കളിക്കാറുണ്ട്. വിരാട് കോഹ്ലിയുടെ ഐപാഡിൽ ധാരാളം പഞ്ചാബി പാട്ടൊക്കെ കയറ്റി വിട്ടു. ഇല്ല, ഞാൻ കയറ്റിയിട്ടൊന്നുമില്ല. അദ്ദേഹത്തിന് പൊതുവെ പഞ്ചാബി സോങ്ങുകൾ ഒരുപാട് ഇഷ്ടമാണ്. ഈ ഡൽഹിക്കാരുടെ കാര്യം നോക്കുകയാണെങ്കിൽ അവർ പഞ്ചാബി ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് വരുന്നവരാണെങ്കിൽ ഉറപ്പായിട്ടും പഞ്ചാബി സോങ് അവർക്ക് ഇഷ്ടമാവും. ആൻഡ് വിരാട്ടിനും പഞ്ചാബി സോങ്സ് വളരെ ഇഷ്ടമാണ്. പഞ്ചാബി ഡാൻസും ഇഷ്ടമാണ്. അവസരം കിട്ടുമ്പോൾ അദ്ദേഹം ചെയ്യാറുണ്ട്. ഡ്രസ്സിംഗ് റൂമിൽ പഞ്ചാബി പാട്ടാണോ കൂടുതലും പോകുന്നത്? അതെ, ഹിന്ദി പാട്ടുകളും ഉണ്ടാവും, പഞ്ചാബി പാട്ടുകളും ഉണ്ടാവും, ഒരുപാടുണ്ടാവും. അപ്പോൾ ഡാൻസും ശിഖർ ധവാനാണോ ഓപ്പൺ ചെയ്യുന്നത്? അതെ, ഞാൻ ഡാൻസ് കളിക്കാറുണ്ട്. ഞാൻ നാണിക്കാറൊന്നുമില്ല. എവിടെ വേണമെങ്കിലും ഇറങ്ങി ഞാൻ ഡാൻസ് കളിക്കും. അങ്ങനെയാണെങ്കിൽ ഇവിടെ ഒരു ഡാൻസ് കളിക്കാൻ പറ്റുമോ? ഇവിടെ വെച്ച് ഡാൻസ് കളിക്കാനോ? ജഡ് സാർ എന്റെ കയ്യിൽ വിലം കണിയിക്കുന്ന തോന്നേ. അതിരിക്കട്ടെ, ഏത് പാട്ടിനാണ് ഡാൻസുകൾ? ഓൾറൈറ്റ്. എല്ലാവരും തീരുമാനിച്ചുറപ്പിച്ച് വന്നതാണെന്ന് തോന്നുന്നു. ഏത് പഞ്ചാബി സോങ് ഇട്ടാലും കുഴപ്പമില്ല. ഇല്ല, വേണ്ട. ഞാൻ കാണാൻ അത്രയ്ക്കൊന്നും ക്യൂട്ടല്ലല്ലോ. എന്ത് ഖലീബലിയോ? ഖലീബലി പാട്ടാണോ? അതിന് ഡാൻസ് കളിക്കാം. ഓക്കെ, നിങ്ങൾ പ്ലേ ചെയ്യ്. രജത് സർ, ഈ പ്രതിക്കൂട്ടിനകത്തിരുന്നുകൊണ്ട് ഡാൻസ് കളിച്ച ആദ്യത്തെ വ്യക്തി ഞാനായിരിക്കും. താങ്കളാണ് ആദ്യത്തെ വ്യക്തി. വിചാരണ കൂട്ടി നിന്നുകൊണ്ട് ഡാൻസ് കളിക്കുന്ന ആദ്യത്തെ വ്യക്തിയാണ്. നന്ദി. താങ്കൾക്ക് പുതിയ ചില ഹോബീസ് ഒക്കെ വന്നെന്ന് കേട്ടു. ഈ കുതിരസവാരിയൊക്കെ നടത്തുന്നു? അതെ, കുതിരസവാരി ചെയ്യാറുണ്ട്. കുതിരകൾ എനിക്ക് വളരെ ഇഷ്ടമാണ്. സോ എനിക്ക് അവസരം കിട്ടുമ്പോഴൊക്കെ ഞാൻ കുതിരസവാരിക്ക് പോവാറുണ്ട്. എനിക്ക് പൊതുവെ മൃഗങ്ങളുടെ കൂടെ ഇരിക്കുന്നത് ഇഷ്ടമാണ്. ചില വീഡിയോസ് ഞാൻ കണ്ടു, താങ്കൾ ഓടക്കുഴലിൽ വായിക്കുന്നത്. അതെ, ഞാൻ ഓടക്കുഴലിൽ വായിക്കാൻ പഠിക്കുന്നുണ്ട്. ക്ലാസിക്കൽ മ്യൂസിക്. അത് ചെറുതാണെങ്കിലും വലുതാണെങ്കിലും ഞാൻ നന്നായിട്ട് തന്നെ പഠിക്കാൻ ശ്രമിക്കുന്നുണ്ട്. താങ്കൾ എങ്ങനെ വായിക്കുമെന്ന് ഇവിടെ വായിച്ചു കാണിക്കാതെ ഞങ്ങൾ എങ്ങനെ മനസ്സിലാക്കാനാ? എന്നാ പിന്നെ വായിച്ചു കാണിക്കാം.
അതായത് സർ, ഞാൻ എവിടെയൊക്കെ പോകുന്നുണ്ടോ അവിടെയൊക്കെ ഞാൻ എൻ്റെ ഫ്ലൂട്ട് കൊണ്ടുപോകാറുണ്ട്. അതെവിടെയായാലും ഞാൻ എന്താ പറയാൻ ആഗ്രഹിക്കുന്നതെന്ന് വെച്ചാൽ, നിങ്ങൾ ഒരു തരത്തിൽ നന്നായിട്ട് പഠിക്കുകയാണെങ്കിലും നിങ്ങളുടെ ഹോബീസും ഇഷ്ടപ്പെട്ട മറ്റു കാര്യങ്ങളും ചെയ്യാൻ സാധിക്കണം. എല്ലാവരും ജോലി ചെയ്യണം, ജോലിയും വളരെ പ്രധാനം തന്നെയാണ്. അതുപോലെ തന്നെ നമുക്കിഷ്ടപ്പെട്ട കാര്യങ്ങൾ ചെയ്യുക എന്നുള്ളതും വളരെ പ്രധാനമാണ്. അതിൽ നിന്ന് നമുക്ക് ഒരുപാട് സന്തോഷം കിട്ടും, അതിലൂടെ നമുക്ക് മനസ്സിന് സമാധാനം കിട്ടും. താങ്കളുടെ മറ്റൊരു ഹോബിയെക്കുറിച്ച് ഞാൻ അറിഞ്ഞു, കവിതയൊക്കെ എഴുതുമെന്നാണ് കേട്ടത്. അതെ, കവിതകൾ എനിക്ക് വളരെ ഇഷ്ടമാണ്. പക്ഷേ ഞാൻ സ്വന്തമായിട്ട് എഴുതാറൊന്നുമില്ല. പക്ഷേ ഒരു കവിത കേൾക്കുമ്പോൾ അത് ഞാൻ മനസ്സിൽ നന്നായിട്ട് ഫീൽ ചെയ്ത് എൻജോയ് ചെയ്യാറുണ്ട്. ഫ്ലൂട്ട് വായിച്ചതുപോലെ ഒരു കവിതയും കൂടെ പാടിയാൽ? അങ്ങനെയാണോ? അത് നിങ്ങൾക്ക് മുന്നിൽ ഞാനിപ്പോൾ 2 കവിതകൾ പാടാം. അത് ഡോക്ടർ റാഹത്ത് ഇൻഡോറിയുടെ കവിതകളാണ്. ഇവിടെ ഒരുപാട് യങ്സ്റ്റേഴ്സ് ഉണ്ട്. അദ്ദേഹത്തിൻ്റെ വളരെ പ്രധാനപ്പെട്ട ഒരു കവിതയിലെ പ്രധാനപ്പെട്ട വരികൾ: जवानियों में जवानी को जो धूल करते हैं, जवानियों में जवानियों में जवानी को जो धूल करते हैं, जो लोग भूल नहीं करते वो भूल करते हैं. പിന്നെ മറ്റൊരു കവിത എന്താണെന്ന് വെച്ചാൽ, ഈ കവിത മുനാവർ റാണയുടേതാണ്. അദ്ദേഹവും ഒരു വലിയ കവിയാണ്. അദ്ദേഹത്തിൻ്റെ കവിതയിൽ പറയുന്നത്: हम सायादार पेड़ ज़माने के काम आए, हम सायादार पेड़ ज़माने के काम आए, जब सूखने लगे तो जलाने के काम आए. മറ്റൊരു ഹോബിയും കൂടെ ഉണ്ട്, സർ. പ്ലെയേഴ്സിന്റെ മുടി വെട്ടുന്നത്. അതെ സർ, അത് സത്യമാണ്. കാരണം ഒരു 4-5 വർഷം കൊണ്ട് ക്രിക്കറ്റ് അവസാനിക്കുകയാണെങ്കിൽ ഞാൻ വേറെന്തെങ്കിലും ജോലി ചെയ്ത് ജീവിക്കണമല്ലോ. അല്ല, ഞാൻ ഒരു പ്രാവശ്യം ഋഷഭിന് മുടി വെട്ടി കൊടുത്തിരുന്നു. എൻ്റെ മുടി എപ്പോഴും ഞാൻ തന്നെയാണ് ട്രിം ചെയ്യാറ്. വെട്ടാൻ ഞാൻ സിസർ ഉപയോഗിക്കാറില്ല, എപ്പോഴും ട്രിമ്മർ ഉപയോഗിച്ച് ട്രിം ചെയ്യാറാണ് പതിവ്. സോ അദ്ദേഹത്തിനും ട്രിമ്മറിൽ ചെയ്യേണ്ട ആവശ്യം വന്നു, അതുകൊണ്ട് ഞാൻ ചെയ്തു കൊടുത്തു. അതുപോലെ വിരാടിനും ആവശ്യം വന്നു, അപ്പോൾ അദ്ദേഹത്തിന് ഞാൻ തന്നെ ചെയ്തു കൊടുത്തിട്ടുണ്ട്. ഇല്ല, അദ്ദേഹത്തിന് ചെയ്തില്ല, അദ്ദേഹം എനിക്ക് ചെയ്തു തന്നിട്ടുണ്ട്. താങ്കളുടെ പുതിയ ഹോബീസൊക്കെ ഇങ്ങനെ ഒന്നൊന്നായിട്ട് വന്നുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ അതെ, ഇതൊക്കെ ചെയ്യാനുള്ള സമയം എപ്പോഴാണ്? ഐഡിയാസ് അത് എനിക്കിപ്പോൾ ഫ്ലൂട്ടിൻ്റെ കാര്യം നോക്കുകയാണെങ്കിൽ, കുട്ടിക്കാലം മുതലേ ആരെങ്കിലും ഫ്ലൂട്ട് വായിക്കുന്നത് കണ്ടാൽ എനിക്കത് വളരെ ഇഷ്ടമാണ്. ആ സമയത്തൊക്കെ ഈ ചിലരൊക്കെ റോട്ടിൽ ഫ്ലൂട്ട് വായിച്ചുകൊണ്ട് വരില്ലേ, അങ്ങനെ ഫ്ലൂട്ടും വായിച്ചുകൊണ്ട് ഡാൻസ് കളിച്ചുകൊണ്ട് വരുന്നത്, അവർ പോകുന്നത് വരെ ഞാനത് കേട്ടോണ്ടിരിക്കും. 2015 ഞാൻ ചുമ്മാ ഇരുന്നുകൊണ്ടിരുന്നപ്പോൾ, അതായത് ബോയ്സിൻ്റെ കൂടെയൊക്കെ ഇരുന്ന് ചുമ്മാ സംസാരിച്ചുകൊണ്ടിരുന്നപ്പോൾ ഫ്ലൂട്ട് പഠിക്കാമെന്നൊരു ആശയം തോന്നി. ഇങ്ങനെ സംസാരിച്ച സമയം കളയുന്നതിന് പകരം ഫ്ലൂട്ട് വായിക്കാമെന്ന് തോന്നി. ഓൺലൈനിലാണ് പഠിച്ചത്. 1-2 തവണയെ ഞാൻ എൻ്റെ ഗുരുവിനെ നേരിട്ട് കണ്ടിട്ടുള്ളൂ. പക്ഷേ ഞാൻ ഓൺലൈനിൽ തന്നെയാണ് ഫ്ലൂട്ട് പഠിച്ചത്. അതേപോലെ തന്നെയാണ് ഞാൻ എപ്പോഴൊക്കെ കുതിരകളെ കാണുന്നുവോ അപ്പോൾ എനിക്ക് കുതിരയെ ഓടിക്കാൻ തോന്നും. ഇക്കാലത്ത് വൈഷ്ണവദേവി പോവുകയായിരുന്നു. അവിടെ വെച്ച് കുതിരയെ ഓടിക്കുന്നത് എനിക്ക് വളരെ ഇഷ്ടമായിരുന്നു. അങ്ങനെ കുറേശ്ശെ ആ ഒരു ഹോബിയും എനിക്ക് തുടങ്ങി. അങ്ങനെ വർഷങ്ങൾ പോകെ പിന്നെ കവിതകൾ ഹോബിയായി മാറി. അങ്ങനെയൊക്കെയാണ് ഓരോന്നുണ്ടാകുന്നത്. താങ്കളുടെ പുതിയ ആകാംക്ഷയൊക്കെ ഞാൻ കണ്ടു. ഏതാ സർ? പാകിസ്ഥാൻ പ്ലേയേഴ്സിനെ താങ്കൾ ഫീൽഡിൽ വെച്ച് ഒന്നും ചെയ്യുന്നില്ല, പക്ഷേ ട്വിറ്ററിൽ ശരിക്കും കൊടുക്കുന്നുണ്ടെന്ന് കണ്ടു. തീർച്ചയായിട്ടും. അതായത് ഷാഹിദ് അഫ്രീഡി, അദ്ദേഹത്തിൻ്റെ ആ ഒരു ട്വീറ്റിനെ പറ്റിയല്ലേ നിങ്ങളിപ്പോൾ പറയുന്നത്? ഉറപ്പായിട്ടും നമ്മുടെ രാജ്യത്തെപ്പറ്റി ആരെങ്കിലും എന്തെങ്കിലും പറയുകയാണെങ്കിൽ നമുക്ക് ചുമ്മാ അങ്ങനെ കണ്ടു നിൽക്കാൻ പറ്റില്ലല്ലോ. നമ്മളതിനെ നെഞ്ചും വിരിച്ച് തന്നെ നേരിടേണ്ടേ? നമുക്ക് നല്ല ബോധ്യമുണ്ട്, അതായത് നമ്മുടെ പ്രധാനമന്ത്രിക്ക് നമ്മുടെ രാജ്യത്തെ നയിക്കാൻ അറിയാമെന്നുള്ള കാര്യത്തിൽ. ഈ സർക്കാരിനും അറിയാം, അതിലാർക്കും എതിർപ്പില്ല. സോ പുറത്തു നിന്നുള്ള ഒരാൾ വന്ന് നമ്മളെ അഡ്വൈസ് ചെയ്യേണ്ട ഒരാവശ്യമില്ലല്ലോ. ആദ്യം അവരുടെ വീട്ടിലെ കാര്യം നോക്കണം, എന്നിട്ടല്ലേ മറ്റുള്ളവരുടെ കാര്യം. ഈ പണ്ടുള്ളവർ പറയാറില്ലേ, അതായത് ഈ ചില്ലുകൂട്ടിലിരുന്നു കൊണ്ട് കല്ലെറിയുന്ന പോലെയെന്ന്, അതുപോലെയാണ് ഇവർ ചെയ്യുന്നത്. അതുകൊണ്ടാണ് ഞാനങ്ങനെ പറഞ്ഞത്. അഫ്രീദിക്ക് താങ്കൾ ഒരു കവിതയും പാടിക്കൊടുത്തില്ലേ? ഇല്ല, ആ സമയത്ത് എനിക്ക് കവിതകളൊന്നും അത്ര ഓർമ്മയില്ലായിരുന്നു. ഇനി എനിക്ക് തോന്നുകയാണെങ്കിൽ ഞാൻ ഉറപ്പായിട്ടും എഴുതും സർ. മോദിജിയും താങ്കളെ പ്രശംസിച്ചിരുന്നു. അദ്ദേഹം ട്വീറ്റിൽ എന്താ പറഞ്ഞെന്ന് വെച്ചാൽ, മോശമായ പന്തുകളെ താങ്കൾ മൈതാനത്തിൽ നിന്ന് എങ്ങനെ അകറ്റി നിർത്തുന്നുവോ, ശത്രുക്കളെ ഞങ്ങളും അതുപോലെ അകറ്റി നിർത്തുമെന്ന്. ഉറപ്പായിട്ടും. ആൻഡ് ഞാൻ വളരെ ഭാഗ്യവാനാണെന്ന് ഞാൻ പറയൂ. നമ്മുടെ പ്രധാനമന്ത്രി സർ എൻ്റെ ഒരു ട്വീറ്റിന് റീപ്ലൈ തന്നിരിക്കുന്നത് വലിയ കാര്യമാണ്. തീർച്ചയായിട്ടും അതെനിക്ക് അഭിമാനിക്കാവുന്ന ഒരു കാര്യവും കൂടിയാണ്. ഇപ്പോൾ അതായത് ഈ അടുത്തായിട്ട് പുൽവാമ എന്ന സ്ഥലത്ത് വെച്ച് നടന്ന ഒരു സംഭവം, ആ ആക്രമണത്തിൽ ഒരുപാട് നിരപരാധികൾ കൊല്ലപ്പെട്ടു. നമ്മളെല്ലാവരും തന്നെ ആസ് എൻ ഇന്ത്യൻ ഫോർ ഷുവർ അവരുടെ കുടുംബങ്ങളുടെ അവസ്ഥ ആലോചിച്ച് തീർച്ചയായിട്ടും വിഷമിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ
കുറഞ്ഞ സമയം കൊണ്ട് തന്നെ അതിന് തിരിച്ചടിയും ഉണ്ടായിട്ടുണ്ട്. അത് തീർച്ചയായിട്ടും നമുക്ക് അഭിമാനിക്കാവുന്ന കാര്യവുമാണ്. അതൊരു പ്രൗഡ് മൊമെൻ്റ് തന്നെയാണ്. ആൻഡ് ഐ സല്യൂട്ട് ദം അങ്ങനെ ഒരു കാര്യം ചെയ്തതിന്. അതായത് വി ആർ ദർ, ആസ് സിമ്പിൾ ആസ് ദാറ്റ്. താങ്കൾ വളരെ നന്നായിട്ടാണ് പറഞ്ഞത് ഈ രാജ്യത്ത് നമ്മൾ എത്രത്തോളം സുരക്ഷിതം അനുഭവിക്കുന്നെന്ന്. ഇപ്പോൾ നമുക്കൊരു ബ്രേക്ക് എടുക്കാം. ബ്രേക്കിന് ശേഷം ആപ്കി അദാലത്തിൽ ശിഖർ ധവാനോടുള്ള ചോദ്യങ്ങൾ നമ്മൾ തുടരുന്നതായിരിക്കും. ഈ ബോക്സർ വൈഫിനെ താങ്കൾ എങ്ങനെയാണ് കണ്ടുപിടിച്ചത്? ബോക്സർ വൈഫ് വളരെ കഷ്ടപ്പെട്ടാണ് തേടി കണ്ടുപിടിച്ചത്. അപ്പോൾ റൊമാൻസിന്റെ സമയത്ത് ശരിക്കും ബുദ്ധിമുട്ടി കാണുമല്ലോ. താങ്കൾ ഇംഗ്ലീഷിൽ വീക്കാണ്, അവർക്കാണെങ്കിൽ ഹിന്ദി. അതെ, സത്യമാണ് സർ. അവർക്ക് പഞ്ചാബി അറിയില്ല, എനിക്ക് ഇംഗ്ലീഷും നന്നായിട്ട് അറിയില്ല. വെൽക്കം ബാക്ക്. ഇന്ന് നമ്മൾ വിചാരണ നടത്തിക്കൊണ്ടിരിക്കുന്നത്, ചോദ്യങ്ങൾ ചോദിച്ചുകൊണ്ടിരിക്കുന്നത് ക്രിക്കറ്റിന്റെ സൂപ്പർ സ്റ്റാറായ ശിഖർ ധവാനോടാണ്. ആപ്കി അദാലത്തിലെ അടുത്ത കുറ്റാരോപണം. ആപ്കി അദാലത്തിൽ ടീം ഇന്ത്യയുടെ ഓപ്പണിംഗ് ബാറ്റ്സ്മാനായ ശിഖർ ധവാന്റെ മേലുള്ള കുറ്റാരോപണം ഇദ്ദേഹം തനിക്കെതിരായ വിമർശനങ്ങളെ ശ്രദ്ധിക്കുന്നില്ല എന്നുള്ളതാണ്. ശിഖർ, നമ്മുടെ പെർഫോമൻസ് മോശമാണെങ്കിൽ തീർച്ചയായിട്ടും വിമർശനങ്ങൾ വരും, അതും മീഡിയയിൽ. താങ്കൾ ആര് പറയുന്നതും കേൾക്കുന്നുമില്ല, സങ്കടപ്പെടുന്നുമില്ല. ഇല്ല, ഞാനങ്ങനെ ആര് പറയുന്നതും കേൾക്കാറില്ല, അതോർത്ത് ആശങ്കപ്പെടാറുമില്ല. ഞാനങ്ങനെ അധികം ന്യൂസൊന്നും കാണാറില്ല. അതുപോലെ ആര് എന്ത് കമൻ്റ് ഇടുന്നു ഇതൊന്നും ഞാൻ ശ്രദ്ധിക്കാറേ ഇല്ല. ഒരു കാര്യത്തിൽ എനിക്ക് അത്രയ്ക്കൊന്നും ഇൻട്രസ്റ്റ് ഇല്ലെങ്കിൽ ഒരിക്കലും ഞാനത് വലുതായിട്ട് എടുക്കാറില്ല. അക്കാര്യം ഞാൻ കാര്യമാക്കാറേ ഇല്ല. ഞാൻ എൻ്റെ സോണിൽ തന്നെ തുടരും. അതുപോലെ ഞാനെപ്പോഴും പോസിറ്റീവായിട്ട് തന്നെ ഇരിക്കും. കാരണം ആക്ച്വലി എന്താണെന്ന് വെച്ചാൽ ഞാൻ അവരെ പറ്റി ഒന്നും തെറ്റായിട്ട് വിചാരിക്കാറില്ല. കാരണം അത് അവരുടെ ജോലിയാണ്. അവരുടെ ജോലിയാണ് അവർ ചെയ്യുന്നത്. പിന്നെ അത് അവരുടെ അഭിപ്രായവുമാണ്. കാര്യം അവർ ചെയ്തിട്ട് പോട്ടെ. പക്ഷേ ട്വിറ്ററിലും സോഷ്യൽ മീഡിയയിലൊക്കെ പല കമന്റുകളും വരാറുണ്ട്. അതൊക്കെ താങ്കൾ വായിക്കാറുണ്ടോ? ഇല്ല, അതൊന്നും ഞാനങ്ങനെ നോക്കാറില്ല. എനിക്കറിയാം, ഞാൻ നല്ല കാര്യം ചെയ്താൽ അവർ നല്ല രീതിയിൽ സംസാരിക്കും, മോശം കാര്യങ്ങൾ ചെയ്താൽ മോശമായിട്ട് സംസാരിക്കും. സോ ഇതിലെനിക്ക് പുതുതായിട്ട് ഒന്നും തോന്നുന്നില്ല. സോ തുടക്കത്തിലൊക്കെ ഞാനതൊക്കെ നോക്കുമായിരുന്നു. പിന്നെ യു ഓവർ ഗ്രോ ദ തിങ്സ് ആൻഡ് ഇപ്പോൾ അതൊക്കെ നോക്കേണ്ട ആവശ്യമുണ്ടെന്ന് തോന്നുന്നില്ല. ഒന്നിനെക്കുറിച്ചും വ്യാകുലപ്പെടാറേ ഇല്ല. അല്ല, അങ്ങനെയല്ല. ഞാനതൊന്നും ഓർത്ത് ആശങ്കപ്പെടുന്നില്ല. അതൊന്നും ഞാൻ കാര്യമാക്കുന്നുമില്ല. പക്ഷേ തീർച്ചയായിട്ടും താങ്കളുടെ വൈഫ് വഴക്ക് പറയും. അതായത് അതെ, പെർഫോമൻസ് അത് സത്യമാണ്. അവര് വൈഫ് മാത്രമല്ല, ഒരു ബോക്സർ. അതെ, ബോക്സറാണ്. തീർച്ചയായിട്ടും ഒരു ബോക്സറാണ്. ഞാൻ എപ്പോഴും അവരെ എക്സ്ട്രാ കെയർ ചെയ്യാറുണ്ട്. കാരണം തുടക്കത്തിൽ എനിക്ക് ഓർമ്മയുണ്ട്. അതായത് എൻ്റെ വൈഫ് ഫസ്റ്റ് ടൈം IPL കാണാൻ വന്നപ്പോൾ, അതും ഈ കാര്യം 7 വർഷം മുന്നേ നടന്ന കാര്യമാണ്. സോ അന്നവർ IPL ആദ്യമായി കാണാൻ വന്നു. സോ ഞാനൊന്ന് മാച്ച് കളിക്കാൻ ഇറങ്ങി, പെട്ടെന്ന് തന്നെ ഔട്ടായി. ഞാനൊന്ന് ഹഗ് ചെയ്യണമെന്ന് പറഞ്ഞപ്പോൾ അവരെന്നെ തള്ളി മാറ്റി, ദേഷ്യപ്പെട്ടു. ഞാൻ ചോദിച്ചു എന്താ പറ്റിയതെന്ന്. അപ്പോൾ പറഞ്ഞു, എന്ത് ഷോട്ടാണ് നീ കളിച്ചത്, വാട്ട് ഷോട്ട് യു പ്ലേഡ് എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, എൻ്റെ കോച്ച് പോലും ഇങ്ങനെ ദേഷ്യപ്പെടാറില്ല, നീ എന്തിനാ ഇങ്ങനെ ദേഷ്യപ്പെടുന്നതെന്ന്. അപ്പോൾ ഞാൻ പറഞ്ഞു, ഇത്രയും പ്രഷറായിട്ടുള്ള ഒരു സിറ്റുവേഷനിൽ, അതായത് ഗ്രൗണ്ടിലെ അവസ്ഥ അതാണ്. സോ ആരെങ്കിലും ഒരാൾ നമ്മളെ റിലാക്സ് ചെയ്തല്ലേ മതിയാവും. പിന്നെ അവർ മെല്ലെ മെല്ലെ മനസ്സിലാക്കി എനിക്ക് ഈ സപ്പോർട്ട് ആവശ്യമുണ്ടെന്നുള്ള കാര്യം. ഇങ്ങനെ ഒരു ബോക്സർ വൈഫിനെ താങ്കൾ എങ്ങനെയാണ് കണ്ടുപിടിച്ചത്? ബോക്സർ വൈഫ് വളരെ കഷ്ടപ്പെട്ടാണ് തേടി കണ്ടുപിടിച്ചത്. ഫേസ്ബുക്കിൽ വെച്ചാണ് ഞങ്ങൾ പരിചയപ്പെട്ടത്. ഇൻ്റർനെറ്റിൽ വെച്ചൊക്കെ പ്രേമം ഉണ്ടാവുമെന്ന് ഞാൻ ഒരിക്കലും വിശ്വസിച്ചിരുന്നില്ല. അങ്ങനെ ഞങ്ങൾ പ്രേമിക്കാൻ തുടങ്ങി. പിന്നെ കല്യാണം കഴിക്കാമെന്നുള്ള തീരുമാനത്തിലെത്തി. അങ്ങനെ ഞങ്ങൾ കല്യാണവും കഴിച്ചു. അത്രയേ ഉള്ളൂ. അപ്പോൾ റൊമാൻസിന്റെ സമയത്ത് ശരിക്കും ബുദ്ധിമുട്ടി കാണുമല്ലോ. താങ്കൾ ഇംഗ്ലീഷിൽ സത്യമാണ് വീക്കാണ്, സർ. അവർക്കാണെങ്കിൽ ഹിന്ദി. അവർക്ക് പഞ്ചാബിയും അറിയില്ല, എനിക്ക് ഇംഗ്ലീഷും അധികം അറിയില്ല. പക്ഷേ പറഞ്ഞു വരുമ്പോൾ നമ്മുടെ പ്രണയം തുറന്നു കാണിക്കാൻ ഒരുപാട് വഴികളുണ്ട്. സോ ഞാനും അങ്ങനെ ഒരു വഴി കണ്ടുപിടിച്ചു. ഭാര്യയ്ക്ക് വേണ്ടി എന്തെങ്കിലും കവിത താങ്കൾ എഴുതിയിട്ടുണ്ടോ? അവർക്ക് ഞാൻ കവിത, അതുപോലെ ലെറ്ററൊക്കെ എഴുതിയിരുന്നു. ലെറ്ററിൻ്റെ കാലമൊക്കെ കഴിഞ്ഞു. പിന്നെ മെയിലിലൂടെ ഞാൻ ഒരു വലിയ റൊമാൻറ്റിക് കവിത എഴുതി അയച്ചിരുന്നു. വലിയൊരു കവിത തന്നെ ഞാൻ എഴുതി മെയിൽ അയച്ചു. സോ അങ്ങനെയാണ് ഞാൻ എൻ്റെ റൊമാൻസ് വെളിപ്പെടുത്തിയത്. ഇപ്പോഴും റൊമാൻസ് ഒക്കെ ഉണ്ടോ? എന്തെങ്കിലും എഴുതുന്നുണ്ടോ? ഇല്ലല്ല, ഇപ്പോഴൊക്കെ ഞാൻ എപ്പോഴെങ്കിലും നല്ല കവിതകളൊക്കെ കേൾക്കുകയാണെങ്കിൽ അവർക്ക് ഞാൻ പാസ് ഓൺ ചെയ്യാറുണ്ട്. നല്ല റൊമാൻറ്റിക് പാട്ടുകൾ കേട്ടാൽ ഞാൻ അത് അവർക്ക് ഫോർവേഡ് ചെയ്യും. ഇത് നിനക്ക് വേണ്ടിയാണ് ഹണി എന്ന് ഞാൻ അവരോട് പറയും. ഇപ്പോൾ ഓഡിയൻസിൽ ആർക്കെങ്കിലും? സർ, ഞങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് ലാസ്റ്റ് വേൾഡ് കപ്പിൽ താങ്കൾക്ക് ഇഞ്ചുറി ആയത്. സർ, ആ സിറ്റുവേഷൻ താങ്കൾ ഓവർകം ചെയ്തത്, പിന്നെ ആ ടൂറ് പൂർത്തിയാക്കാതിരുന്നത്, അതിനെക്കുറിച്ച് എങ്ങനെ ഫീൽ ചെയ്യുന്നു? അത് സംഭവിച്ചപ്പോൾ ഓഫ് കോഴ്സ് നല്ല വിഷമമുണ്ടായിരുന്നു. ബട്ട് ഐ ആം ഇമോഷണലി വെരി വെരി സ്ട്രോങ്. അതായത്
ഒരു കാര്യവും എന്നെ അങ്ങനെ അത്ര പെട്ടെന്നൊന്നും ഡൗൺ ആക്കുകയില്ല. അതുപോലെ തന്നെ അധികം സന്തോഷിക്കാറുമില്ല. ദാറ്റ്സ് വൈ ഐ എം വെരി ബാലൻസ്ഡ്. പക്ഷേ എന്നാലും എനിക്കത് വളരെ വിഷമമുണ്ടാക്കിയ ഒരു കാര്യമായിരുന്നു. പിന്നെ നടന്നു കഴിഞ്ഞൊരു കാര്യം നമുക്ക് മാറ്റാൻ സാധിക്കില്ലല്ലോ. ഫീൽഡിൽ എപ്പോഴും പരിക്കുകൾ ഉണ്ടാവും. പക്ഷേ അത് എനിക്ക് 8-മതോ 9-മതോ പരിക്കായിരുന്നു കയ്യിൽ. അതുകൊണ്ട് തന്നെ അങ്ങനെയൊന്നും സംഭവിച്ചാൽ വീണ്ടും എങ്ങനെ കളിയിലേക്ക് പോകാന്നുള്ള കാര്യം എനിക്കറിയാം. അങ്ങനെ ഞാൻ തിരിച്ചു വന്നു. ബട്ട് കളിക്കാൻ കഴിഞ്ഞിടത്തോളം എനിക്ക് സന്തോഷമാണ്. കാരണം ഞാൻ കളിച്ചിടത്തോളം ടീമിന് വേണ്ടി നന്നായിട്ട് തന്നെ സംഭാവനകൾ ചെയ്തിട്ടുണ്ട്, നല്ല സപ്പോർട്ട് കൊടുത്തിട്ടുണ്ട്. ഇതുപോലെയൊക്കെ ആയിരുന്നു. ധോണി മറ്റുള്ളവരുടെ മനസ്സ് ഈസി ആയിട്ട് വായിച്ചെടുക്കും. അതെ, അത് സത്യമാണ്. അത് ഒരു വലിയ ലീഡറിൻ്റെ ഒരു ക്വാളിറ്റിയാണ്. അദ്ദേഹത്തിന് ക്രിക്കറ്റിലെ എല്ലാ കാര്യങ്ങളും അറിയാം. ഏത് പ്ലെയറിനെ ഏത് ഗെയിമിൽ കളിപ്പിക്കണം, ഏത് പ്ലെയറിന് എന്തൊക്കെ കഴിവുകളുണ്ട്, ഒരു പ്ലെയറിന് എത്ര സപ്പോർട്ട് വേണം. സോ ഇതുപോലെ ഓരോ പ്ലെയറിനെ പറ്റിയും അദ്ദേഹത്തിന് നന്നായിട്ട് അറിയാം. ചാമ്പ്യൻ പ്ലെയറെ എങ്ങനെ ഉണ്ടാക്കണം എന്ന് അദ്ദേഹത്തിന് അറിയാം. നിങ്ങൾ തന്നെ കണ്ടിട്ടുണ്ടാവും ധോണി ബ്രോ ക്യാപ്റ്റനായിരുന്ന സമയത്ത് ആ ടീം എങ്ങനെയാണ് ജയിച്ചത് എന്ന്, ആ സമയത്ത് എങ്ങനെയാണ് ആ ടീം കളിച്ചിരുന്നത് എന്ന്. അദ്ദേഹം ഒരു നല്ല ഫിനിഷറാണ്. അതെ. പക്ഷേ അവസാന നിമിഷം വരെയും എല്ലാവരെയും ടെൻഷൻ ആക്കുന്ന ഒരു പ്രവൃത്തിയാണ് കറക്റ്റാണ് സർ. അദ്ദേഹം മനസ്സ് വെച്ചാൽ 2 ഓവറിന് മുമ്പേ ജയിക്കാം. പക്ഷെ അവസാന ഓവർ വരെ എന്തിനാണ്? അതിൻ്റെ സസ്പെൻസ് അവസാനം വരെ ഉണ്ടായാൽ മാത്രമേ ആ ഒരു എക്സൈറ്റ്മെൻറ്റ് നമുക്ക് കിട്ടുകയുള്ളൂ. അതുമാത്രമല്ല, അദ്ദേഹത്തിൻ്റെ മേലെ നല്ല വിശ്വാസവുമുണ്ട്. സോ അദ്ദേഹത്തിൻ്റെ വലിയൊരു ക്വാളിറ്റി എന്താണെന്ന് വെച്ചാൽ അദ്ദേഹത്തിൻ്റെ നെർവ്സ് എപ്പോഴും അദ്ദേഹം കൺട്രോളിൽ വെക്കാറുണ്ട്. അവസാനം വരെ മാച്ചിനെ കൊണ്ടുപോകും. എന്ത് ചെയ്യണമെന്ന് അദ്ദേഹത്തിന് നന്നായിട്ട് അറിയാം. സോ ഇറ്റ്സ് എ ബിഗ് തിങ്. ഇതിൽ അത്ഭുതപ്പെടാനൊന്നുമില്ല. ധോണിയെ പോലെയുള്ള ഒരു പ്ലെയർ, അദ്ദേഹം വലിയ പ്ലെയറാണ്. അദ്ദേഹത്തോടൊപ്പം കളിക്കാൻ ഒരു ചാൻസ് കിട്ടിയത് താങ്കളുടെ ഭാഗ്യമാണ്. ഇപ്പോൾ ആർക്കെങ്കിലും ചോദ്യം ചോദിക്കാനുണ്ടോ? സർ, താങ്കൾ വെജിറ്റേറിയനായി മാറിയെന്ന് ഞാൻ അറിഞ്ഞു. എന്തിനാണ് സാർ അങ്ങനെ ഒരു മാറ്റം? അതോ, താങ്ക് യു. ഞാൻ വെജിറ്റേറിയനായി മാറിയിട്ട് 1 വർഷമായി. അത് ഐ ബിലീവ് ഇൻ എനർജി. ഞാൻ ശിവാനി ദീദി അതുപോലെ തന്നെ ബ്രഹ്മകുമാരി ഇവർ 2 പേരെ ഞാൻ ഫോളോ ചെയ്യുന്നുണ്ട്. ഈവൻ സദ്ഗുരു അദ്ദേഹത്തിനെയും ഞാൻ ഫോളോ ചെയ്യുന്നുണ്ട്. എനിക്ക് നോൺ വെജ് നമുക്ക് തരുന്ന എനർജി നെഗറ്റീവാണെന്ന് അറിയാൻ കഴിഞ്ഞതിന് ശേഷം അപ്പം മുതൽ ഞാൻ ആ എനർജി എനിക്ക് വേണ്ടാന്ന് തീരുമാനിച്ചു. സോ ആ ഒരു എനർജി നമുക്ക് ആവശ്യമില്ല. അതുകൊണ്ട് അങ്ങനെയുള്ള ഭക്ഷണം കഴിക്കേണ്ടതില്ല എന്ന് ഞാൻ തീരുമാനിച്ചു. സോ നമ്മൾ എങ്ങനെയുള്ള ഭക്ഷണം കഴിക്കുന്നുവോ നമ്മുടെ എനർജിയും അതുപോലെ തന്നെ ആയിരിക്കും. സോ നമ്മൾ കഴിക്കുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് അറിഞ്ഞുകൊണ്ട് പോസിറ്റീവായിട്ടുള്ളത് മാത്രമേ ഞാൻ കഴിക്കാറുള്ളൂ. ഇതാണ് ഞാൻ നോൺ വെജ് കഴിക്കാത്തതിൻ്റെ റീസൺ. ഓക്കെ, താങ്ക് യു സർ. താങ്ക് യു. ഇവിടെ ഇരിക്കുന്ന യങ്സ്റ്റേഴ്സ് എല്ലാം താങ്കൾ പറയുന്നത് കേട്ടുകൊണ്ടിരിക്കുകയാണ്. ഇവരോട് താങ്കൾക്ക് ഫിറ്റ്നസിനെ കുറിച്ച് എന്താണ് പറയാനുള്ളത്? ഫിറ്റ്നസിൻ്റെ കാര്യത്തിൽ ഞാൻ യങ്സ്റ്റേഴ്സിനോട് പറയാൻ ആഗ്രഹിക്കുന്ന കാര്യം, ആദ്യം തന്നെ നോക്കുകയാണെങ്കിൽ ഇപ്പോൾ എല്ലാം തന്നെ അഡ്വാൻസ്ഡ് ടെക്നോളജി ആയിട്ട് മാറിയിട്ടുണ്ട്. അതൊക്കെ യൂസ് ചെയ്യുന്നത് നല്ല കാര്യം തന്നെയാണ്. പക്ഷേ നമ്മൾ അതിന് അഡിക്റ്റ് ആയിട്ട് മാറാൻ പാടില്ല. അതില്ലാതെ ജീവിക്കാൻ പറ്റില്ല എന്നുള്ളൊരു സാഹചര്യം വരാൻ പാടില്ല. ഫോണിൽ 8 മണിക്കൂർ 10 മണിക്കൂറൊന്നും ചെലവിടാൻ പാടില്ല. മറ്റൊരു കാര്യം, ഒരുപാട് പേർക്ക് ഒരുപാട് കാര്യങ്ങളിൽ താല്പര്യം ഉണ്ടാവും. ചിലർക്ക് ബാഡ്മിൻ്റൺ ഇഷ്ടമായിരിക്കും, ചിലർക്ക് ഓടാൻ, ചിലർക്ക് നടക്കാൻ, അല്ലെങ്കിൽ യോഗ ചെയ്യുന്നത്, ക്രിക്കറ്റ് കളിക്കുന്നത്, ഏതെങ്കിലും ഒരു സ്പോർട്സ്. അതിനുവേണ്ടി ദിവസം 1 മണിക്കൂർ നമ്മൾ ചിലവിടണം. നിങ്ങൾ ജിമ്മിൽ പോകണമെന്ന് അത്യാവശ്യമൊന്നുമില്ല. നിങ്ങളൊരു ഗ്രൂപ്പ് ഉണ്ടാക്കുക, അതിനനുസരിച്ച് പ്രവർത്തിക്കുക. വാട്സപ്പിൽ ഒരുപാട് ഗ്രൂപ്പുകളുണ്ടല്ലോ, ഒരു സ്പോർട്സിൻ്റെ ഗ്രൂപ്പ് ഉണ്ടാക്കുക. എന്നിട്ട് ആളുകളോട് വൈകുന്നേരം കളിക്കാൻ വരാൻ പറയുക. അതുപോലെ തന്നെ രാവിലെയും എല്ലാവരും നേരത്തെ എഴുന്നേൽക്കുന്നതും നേരത്തെ കളിക്കാൻ വരുന്നതും ഇതൊക്കെ ഒന്ന് ഫോളോ ചെയ്യുകയാണെങ്കിൽ അത് നമുക്കൊരു ശീലമായിട്ട് പിന്നെ മാറും. സോ അത് ചെയ്തതിന് ശേഷം നമ്മുടെ റെഗുലർ കാര്യങ്ങളും ചെയ്യാവുന്നതാണ്. എൻ്റെ അഡ്വൈസ് ഇത് മാത്രമാണ്. പിന്നെ कलंदर संगे मरमर के मकानों में नहीं मिलता. कलंदर संगे मरमर के मकानों में नहीं मिलता. मैं असली घी हूँ, बनियों के दुकानों में नहीं मिलता. താങ്കൾ വളരെ മനോഹരമായിട്ട് ഉത്തരം നൽകി, ശരിക്കും എന്റർടൈൻമെന്റ് ചെയ്തു. ഇപ്പോൾ നമുക്കൊരു ബ്രേക്ക് എടുക്കാം. ബ്രേക്കിന് ശേഷം ആപ്കി അദാലത്തിൽ ഇന്നത്തെ ജഡ്ജിയായ ടൈംസ് ഓഫ് ഇന്ത്യ സ്പോർട്സ് എഡിറ്റർ ആലോ സിൻഹയുടെ ജഡ്ജ്മെന്റ് എന്താണെന്ന് നമുക്ക് നോക്കാം. വെൽക്കം ബാക്ക്. ആപ്കി അദാലത്തിൽ ഇന്ന് നമ്മൾ വിചാരണ നടത്തിയത് എല്ലാവരെയും എന്റർടൈൻമെന്റ് ചെയ്യുന്ന അടിപൊളി ബാറ്റ്സ്മാനായ ശിഖർ ധവാനോടാണ്. ഇപ്പോൾ ആപ്കി അദാലത്തിൽ ഇന്നത്തെ ജഡ്ജിയായ ടൈംസ് ഓഫ് ഇന്ത്യയുടെ സ്പോർട്സ് എഡിറ്റർ ആലോ സിൻഹയുടെ ജഡ്ജ്മെന്റ് നോക്കാം. ശിഖർ, ക്രിക്കറ്റിന്റെ ഭാഷയിൽ പറയുകയാണെങ്കിൽ നിങ്ങൾ ബാറ്റിംഗിന്റെ ഭാഷയിലാണ് മറുപടി പറഞ്ഞത്. നിങ്ങൾ കവർ ഡ്രൈവ് ചെയ്തു, ഫ്ലിക്സ് ചെയ്തു, കട്ട്സ് ചെയ്തു, എല്ലാം വളരെ രസകരമായിരുന്നു. താങ്ക് യു. നിങ്ങളുടെ വാക്കുകൾ എന്റെ മനസ്സിനെ ആകർഷിച്ചു. സ്ട്രെയിറ്റ്, സിമ്പിൾ, ബ്രൂട്ടലി ഹോണസ്റ്റ്, ഫ്രാങ്ക്. നിങ്ങൾ ക്രിക്കറ്റ് മൈതാനത്ത് വളരെ സിമ്പിൾ മൈൻഡോടുകൂടി കളിക്കുന്നു. അതുപോലെ തന്നെയാണ് റിയൽ ലൈഫിലും. അതുപോലെ തന്നെയാണ് എല്ലാ ചോദ്യങ്ങൾക്കുള്ള ഉത്തരവും നിങ്ങൾ നൽകിയത്. നിങ്ങൾ ഫാൻസുമായിട്ട് ഇന്ററാക്ട് ചെയ്തു. എനിക്ക് പറയാനുള്ളത്, നിങ്ങൾ നിങ്ങളുടെ കഴിവുകൊണ്ട് ഒരുപാട് കാര്യങ്ങൾ നേടണം, ഒരുപാട് ഉയരങ്ങളിലെത്തണം, എല്ലാവരെയും സന്തോഷിപ്പിക്കണം. താങ്ക് യു. താങ്ക് യു. താങ്ക് യു. താങ്ക് യു.
ശിഖർ ധവാൻ ഇതുപോലെ തന്നെ ഇനിയും കളിക്കുമെന്നുള്ള വിശ്വാസം ഞങ്ങൾക്കുണ്ട്. ജനങ്ങളെ സന്തോഷിപ്പിക്കും, രാജ്യത്തിന് നല്ലത് ചെയ്യും. ഇതോടുകൂടി ഈ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുകയാണ്. അടുത്ത എപ്പിസോഡിൽ പുതിയൊരു അതിഥിയോടൊപ്പം വീണ്ടും വന്ന് നിങ്ങളെ കാണുന്നതാണ്. നന്ദി, നമസ്കാരം.